മഹേശ്വര മുറ്റത്ത് തുറന്ന ജീപ്പിൽ ഇങ്ങനെ അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. വിചാരണ നടന്നവരും നടക്കാത്തവരുമായ ആളുകൾ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ പച്ചത്തലീക്കെട്ട് കെട്ടി അറവാന മുട്ടി വളവന്നൂർക്കാരും കുറ്റിപ്പുറത്തേരും കാളിയാവുകാരും ഒക്കെ അങ്ങനെ സിറാത്ത് പാലത്തുമ്പോ കൂടെ പോണത് മുപ്പര് കണ്ണുകൊണ്ട് നോക്കി കാണും എന്നാണ് മൊഹിയുദ്ദീൻ മാലക്കാരൻ അവകാശപ്പെടുന്നത്. നോക്കണം നിങ്ങള്. ഇതുകൊണ്ട് തീർന്നില്ല സുഹൃത്തുക്കളെ. ഇനി തരീഖത്തിൽ ചേർന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറെ ഒഴിവായി കിട്ടി. ഷെയ്ഖിനെ ഏൽപ്പിച്ചു കഴിഞ്ഞതോടെ ഈ ദുനിയാവിലും നിങ്ങൾ നന്നായി ജീവിച്ചോളണമെന്നില്ല. നിങ്ങൾ ജമാഅത്തിൽ കൃത്യമായിട്ട് പോവുകയെ അല്ലെങ്കിൽ സകാത്ത് കൊടുക്കുകയോ നോമ്പ് അതൊന്നും പ്രശ്നമല്ല. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുരീദ് നന്നായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയ്ഖ് നന്നായാ മതി. ഷെയ്ഖ് ഇങ്ങനെ കൊടുക്കല്ല എല്ലാവർക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് അമലിന്റെ കുറവോ മറ്റോ പരലോകത്തുണ്ടെങ്കിൽ ഷെയ്ഖിന് കുറച്ച് തന്ന നിങ്ങൾ രക്ഷപ്പെട്ട്, ഒരു പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യവും ഏൽപ്പിച്ചു. ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി എന്ന നിലക്കാണ് സുഹൃത്തുക്കളെ സാധാരണക്കാരെ തരീഖത്തുകാർ വല വീശി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ സമസ്തക്കാര് ഈ തരീഖത്തിലെ എല്ലാ കീറ കിതാബുകളെയും അവർ എതിർക്കാതിരിക്കുന്നത്. തരീഖത്തുകളെ തള്ളിപ്പറയാൻ സമസ്തക്ക് സാധ്യമല്ല. കാരണം എന്താ, ഇവര് പറയുന്ന എല്ലാ വൃത്തികേടുകളും ഈ തരീഖത്തുകളുടെ കിതാബിലാണുള്ളത്. അതാണ് പല കോലത്തിലും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സമസ്തയിലെ APEK ആന ടൈഗർ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അവനവന്റെ അനുയായികൾ തരീഖത്തിലേക്ക് പോകുന്ന തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. തരീഖത്തിൽ പോയി കഴിഞ്ഞാലോ നാടനായിട്ട് ഇവിടെ ഇങ്ങനെ നടന്നീന്നോൻ പിന്നെ വലിയ തലീക്കെട്ട് കെട്ടിങ്ങനെ വരിക. ഉസ്താദ് പഴയ ഉസ്താദ് മൂപ്പരിപ്പോൾ ഉസ്താദിന്റെ ഇപ്പം വലിയ ഖലീഫയായി. ഇവന്റെ പിന്നാലെ മുരീദന്മാരും പാരാവാരും ഒക്കെ പാടെ. ഫത്വയിൽ പോയി ജാഹിൽ ഓതിയിട്ടില്ല, അത് ഇയാൾക്കും അറിയാം. മൂല്യന്മാർക്കുള്ള ദേശീയത. നമ്മളിങ്ങനെ കിതാബൊക്കെ ഓതി പഠിച്ച് 8ഉം 10ഉം കൊല്ലം ഓതി പിന്നെ 10 കൊല്ലം ദർസ് നടത്തി. എന്നിട്ട് നമ്മളപ്പോ ആരുമില്ല. ഈ പഠിച്ചാൽ ഇന്നലെ മിഞ്ഞാന്ന് തൊപ്പിയിട്ട് ഓന്റെ വേക്കിലാ പാള്. അത് അബ്ബനബിലുള്ള പോട്ടിക്ക് കാരണം. രണ്ടും ജാഹിൽ തന്നെ, മറ്റോ കുറച്ച് ഫിഖിന്റെ കിതാബ് ഓതി എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒന്നും പഠിക്കണമെന്നില്ല. തരീഖത്ത് ചേർന്ന് ശൈഖാകണമെങ്കിൽ കാമാണ് അറിയണമെന്നില്ല. ഒരായത്ത് തെറ്റുകൂടാതെ ഓതാൻ വയ്യാത്ത വലിയ ശൈഖന്മാരുണ്ട് ഈ തരീഖത്തില്. ഒരായത്ത് ഓതാൻ കഴിയൂല, എന്നാലും ഇങ്ങനെ കിളി പറയും പോലെ പറയും. കാരണം മറ്റയാളല്ല അകത്ത് ഷെയ്ഖ്. ആര്? ഇബ്ലീസ് എന്നോര്. വേറെ ആരാ? ഇബ്ലീസ് എന്നോര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട്, എല്ലാത്തിനും മറുപടിയാ. ഒരു ചോദ്യം, മുരീദിന്റെ ചോദ്യങ്ങളുടെ മുമ്പിലൊന്നും ഷെയ്ഖ് പതറുന്ന പ്രശ്നമില്ല. ഇവര് തമ്മിൽ എന്ത് പോട്ടിയാന്നറിയോ? എനിക്ക് എത്ര മുരീദുണ്ടാ, എനിക്ക് എത്ര ഉണ്ട്, കാണിച്ചു തരടാ, എനിക്കുണ്ടാവും മുരീദ് കുറച്ച്, കയ്യട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോട്ടി. മുരീദന്മാര് ആർക്കാ മുരീദ് കൂടുതൽ, ആർക്കാ മുരീദ് കൂടുതൽ പറഞ്ഞിട്ട് ഈ രീതിയിലൊക്കെയാണ് തരീഖത്തുകാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുരീദന്മാർ തമ്മിലും എന്റെ ശൈഖിന് എത്ര ആളുണ്ടാ, എന്റെ ശൈഖിന്റെ ഇപ്പൊ എത്ര മുരീദന്മാരുണ്ടാ. ഞങ്ങളെ ശൈഖിന്റെ അടുത്ത് ഒരു ദിവസം വന്നോക്കട, ഇരിക്കണ കണ്ണ് നിറയെ ഇങ്ങനെ ഇരിക്കണ കാണണ്ടല്ലോ, ശൈഖ് അങ്ങ് പറഞ്ഞ അനുസരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ പൂട്ടി. ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്വന്തം ദൈവമായി ചമയാനുള്ള ആഗ്രഹമാണ്. ആളുകൾ ഇങ്ങനെ വന്നിട്ട് കുമ്പിട്ട് നിൽക്കുക, ആളുകൾ ഇങ്ങനെ വന്നിട്ട് ബഹുമാനിക്കുക, കാല് തടവി കൊടുക്കുക, ഒരു തുപ്പിയാൽ കയ്യിലേക്ക് എടുക്കുക, അത് ദേഹത്ത് വരക്കുക. എത്രത്തോളം ഹല്ലാജിന്റെ കാഷ്ടം വരെ എടുത്തുവെച്ചിരുന്ന പോക്കാനെ നല്ല കുന്തിരിക്കം പോക്കും പോലെ എടുത്തുവെച്ചിരുന്നു. അയാള് മൂത്രമൊഴിച്ച ദേഹത്ത് പുരട്ടിന്നു. അതിനാണ് ഈ തരീഖത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടം നജസല്ല, മൂത്രം നജസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂത്രവും കാഷ്ടവും രക്തവും ഒക്കെ ആയിട്ടുള്ള കളി കളിക്കണത്. അതിപ്പോ കിട്ടാല്ലാത്ത സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. അള്ളാന്റെ റസൂലിന്റെ കാഷ്ടോ മൂത്രോ വേർപ്പോ ഒന്നും ലോകത്ത് എവിടെയും കിട്ടാല്ല. എന്നാലും പിന്നെ എന്തിനാ കളിയൊക്കെ? അത് നമ്മളൊക്കെ രക്തവും കഫവും മൂത്രവും ഒക്കെ കൗമ അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് തരീഖത്തിലെ ശൈഖന്മാരുടെ ഉദ്ദേശം. അതിനാ ഞാൻ പറഞ്ഞ ഹല്ലാജിനെ കൊല്ലാണ് ചെയ്തത്. ഹല്ലാജിനെ ഞാനാകുന്നു ദൈവമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നിൽ അള്ളാഹു ഇറങ്ങിയിരിക്കുന്നു എന്ന് വാദിച്ചപ്പോൾ അവനെ തൂക്കിലേറ്റി അന്നത്തെ ഇസ്ലാമിക ശരീഅത്ത് കോടതിയുടെ ഐക്യകണ്ഠ്യേനയുള്ള തീരുമാനമനുസരിച്ച് പരസ്യമായി ഇറാഖിൽ വെച്ച് തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത്. കുരിശ് തറച്ചു കൊന്ന പോലെ കൊല്ല ഇത് പരസ്യമായിട്ട്. അതിനെ മൊയ്തീൻ മാലക്കാരൻ ബേജാറ് പറഞ്ഞിട്ടില്ല. നിങ്ങള്
വൈദ്യമാലക്കാരൻ എന്താ പറഞ്ഞ്? ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർ കൈ പീഡിപ്പൻ ഞാനെന്നോവർ. സ്വയം ദിവ്യത്വം വാദിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഈമാൻ പഴപ്പിച്ച് നടന്നിരുന്ന ഹല്ലാജ് അവനെ കൊന്നുകളഞ്ഞു. ലഅനത്തുല്ലാഹി അലൈഹി. അവനെ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഞാനുണ്ടാക്കി കൈപിടിക്കുമായിരുന്നു. ആരും മൊയ്തീൻ ശൈഖ് പറഞ്ഞു. നഅൂദുബില്ലാ, അദ്ദേഹം പറയും തോന്നുന്നില്ല. ഈ കാളി മുഹമ്മദ് വെച്ച് കാച്ചിയതാ 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ടിരുന്ന ആണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് മുഹയ്യദ്ദീൻ മാലക്ക് വ്യാഖ്യാനം എഴുതിയപ്പോ ശ്രീമാൻ മുസ്തഫ ഉണ്ടല്ലോ, പൈസി തിരുവിക്കാരം പയ്യനങ്ങാടിയിലെ പയ്യൻ, എന്താ പറഞ്ഞറിയോ? അയാള് രക്തസാക്ഷിയാന്നാ പറഞ്ഞത്. ഹല്ലാജ് എന്നാ റളിയല്ലാഹു അൻഹു പറഞ്ഞോട്ടോ. ഹല്ലാജ് അന്നത്തെ ഇസ്ലാമിക ഗവൺമെന്റ് തൂക്കിലേറ്റിക്കൊന്ന ഹല്ലാജ് അവൻ ഇസ്ലാമിന്റെ രക്തസാക്ഷിയാണ്. അയാൾ പറഞ്ഞത് എന്താണെന്ന് കൗമിന് മനസ്സിലായില്ല. ഇപ്പോഴും കുറ്റം കൗമിനും കാലിർക്കും കോടതിക്കും. അവന് രക്ഷപ്പെട്ട് കണ്ടോ, ഞാൻ ദൈവമാണ് എന്ന് വാദിച്ചുകൊണ്ട്, ഇബ്ലീസും ഫിറഔനുമാണ് എന്റെ ഉസ്താദ് എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നവനായി ഹല്ലാജ്. അവരെ വാദങ്ങൾ അങ്ങനെയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ശൈഖും നമ്മളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കേണ്ടതില്ല. നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറൊരു ശൈഖിനും അള്ളാഹുവിന്റെ കോടതിയിൽ കയറി ചെന്നിട്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ ദുനിയാവിൽ നടക്കുന്നത് പോലുള്ളൊരു ശുപാർശ അവിടെ നടക്കൂല. ഇവിടെ ഇപ്പൊ ഭരണത്തിന് വേണ്ടി നമ്മൾ ഒരുത്തനെ MLA ആയി തെരഞ്ഞെടുത്തു. അവനങ്ങോട്ട് പോയിട്ട് മന്ത്രിയായാൽ ഇവിടെ അവന്റെ കൂടെ നിന്ന് വലം കൈയായി പ്രവർത്തിച്ചവൻ ചെല്ലും തിരുവനന്തപുരത്ത്. അവൻ വലിയ മന്ത്രിയൊക്കെ ആണെങ്കിലും, ഹലോ ഞാൻ എത്തിയിട്ടുണ്ട്, എന്റെ മന്ത്രി എന്താ വേണ്ടേ, ഹലോ നമ്മളാളല്ലേന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പറയും ഇന്ന കാര്യം വേണം, ഞാൻ എഴുത്തോണ്ട് കൊടുത്തയച്ചിട്ടാണ് ചെയ്തു കൊടുക്കൊണ്ടു. അതെങ്ങാനും നടന്നില്ലെങ്കിലോ പിന്നെ ഫോൺ ചെയ്യും, ഇപ്പൊ വലിയ ആളായില്ലേ, അടുത്ത തെരഞ്ഞെടുപ്പിന് നോക്കാൻ നമുക്ക് ഫോണോടെ വെക്കും, ഒങ്ങിട്ട് വിളിക്കും, പിന്നെ പിന്നാലെ വരും. അല്ലേ? ഇവനെ പേടിയാണ്. കാരണം ഇവന്താ അവന്റെ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത്. ഇതുപോലെ പരലോകത്ത് അള്ളാഹുവിന് ആരെങ്കിലും പേടിയുണ്ടോ? അള്ളാഹ് ആരെങ്കിലും ഭയപ്പെടേണ്ട പ്രശ്നമുണ്ടോ? മലിക്കുൽ ജബ്ബാറായ തമ്പുരാന്റെ ആ സദസ്സിലേക്ക് കയറി ചെന്ന് ഞാനാകുന്നു ഇന്നാൾ, ഇന്റെ ആളങ്ങോട്ട് വിട്ടേക്കണം, ഇവനിങ്ങ് സ്വർഗത്തിൽ കടത്തണമെന്ന് പറയാൻ ആർക്കാ ധൈര്യം ഉണ്ടാകുക? ആർക്കും ധൈര്യം ഉണ്ടാവില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാകുന്നു അന്നാധിപത്യം? സർവം മടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹ്ക്ക് മാത്രം, വേറെ ആർക്കും ഒന്നും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പീറിയും വ്യവസ്ഥയിലൂടെ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മനുഷ്യന്റെ മുമ്പിൽ അടിമത്തം കാണിക്കുന്ന അവസ്ഥയാണിത്. സൃഷ്ടാവായ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന മഹൽ വ്യക്തിത്വം. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അറിയാത്ത, ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ, എന്താ നബി അങ്ങനെ, അതെനിക്ക് മനസ്സിലായിട്ടല്ലോ, അതിങ്ങനെ ആയിക്കൂടെ എന്നൊന്നും ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോലും തെറ്റില്ല. പക്ഷെ ഈ ശൈഖിനോട് അവൻ ചോദിക്കാൻ പാടില്ല എന്നാ. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഇങ്ങനെ ആയിക്കൂടെ എന്നൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സംബന്ധിച്ച് പൊതു മുസ്ലിം സമൂഹത്തിലുള്ള വിശ്വാസമല്ല തരീഖത്തുകാർക്കുള്ളത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ജനങ്ങളെ മനസ്സ് ശുദ്ധീകരിക്കാനാണ് എന്നൊക്കെ പറയുന്ന ഒരു സൂഫിയുടെ, ഒരു തരീഖത്തുകാരന്റെ ലക്ഷ്യം എന്താന്ന് നിങ്ങള്? അള്ളാഹുവിൽ വിലയം പ്രാപിക്കലാണ്. അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹും ഇവനും ഒന്നാകലാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളുടെ തൗഹീദ് അതിവിടെ ഒരൊറ്റ സംഘടനക്കുമില്ല. ഇല്ലല്ലോ, ശരിയാണ്. ബല തൗഹീദ് എന്താ അറിയോ? സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകലാണ്. അള്ളാഹും മനുഷ്യനും ഒന്നാകലാണ്. അതാണ് സൂഫി തൗഹീദ്. അതുകൊണ്ട് തന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിൽ 3 കാറ്റഗറി ആക്കി ആളുകളെ തിരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അതെല്ലാം സാധാരണക്കാരന്റെ അർത്ഥമാണ്. അല്ലാതെ ആരാധനക്കർഹനില്ല. കുറച്ചുകൂടി നിങ്ങൾ തരീഖത്തിൽ പ്രവേശിച്ചാൽ, ആദ്യ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, പിന്നെ നിങ്ങളെ ദിക്ർ അതായിരിക്കും. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവനില്ല. നിങ്ങൾ ഖാസിദും അല്ലാഹ് മഖ്സൂദും. മനസ്സിലായില്ലേ? കുറച്ചുകൂടി അങ്ങോട്ട് പുരോഗമിച്ചാലോ
നിങ്ങളൊരു സൂഫി തരീഖത്തിലെ ഖലീഫയോ ഷെയ്ഖോ ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ കുറയേണ്ട എത്തുമങ്ങളും അള്ളാഹും ഒന്നായി കഴിഞ്ഞു. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാതെ മറ്റൊന്നും ഇല്ല. ഉള്ളതെല്ലാം അള്ളാഹു, കാണുന്നതെല്ലാം അള്ളാഹു. ശങ്കരാചാര്യരുടെ അദ്വൈതമുണ്ടല്ലോ, കല്ലിലും കരടിലും പൂവിലും പൊരുളിലും ദൈവമിരിക്കുന്നു. അതിന് എല്ലാത്തിലും ദൈവം, ഈ കാണുന്നതൊക്കെ ദൈവം, എല്ലാം ദൈവത്തിന്റെ അംശം, അല്ലല്ലാതെ മറ്റൊന്നും ആസ്തിക്യ ലോകത്തില്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ മനുഷ്യന്മാരോ ഈ മൈക്കോ ഈ ലൈറ്റോ ഈ ബിൽഡിങ്ങോ ഇതൊക്കെ എന്താ? ഇതെല്ലാം മിഥ്യയാണ്. ഇതൊന്നും ഹഖീഖില്ല, ഹഖീഖത്തില്ല ഇതിനൊന്നും. കണ്ടോ? അപ്പൊ സൂഫിസത്തിന്റെ തുടക്കം അള്ളാഹുവിനെ മാത്രം ഓർക്കുക, അവനെ മാത്രം മനസ്സിൽ ധ്യാനിക്കുക, മറ്റെല്ലാം ഒഴിവാക്കണം എന്നാണ്. നിങ്ങളെ മനസ്സൊന്ന് കാലിയാക്കണം എന്ന് പറയും തരീഖത്തിലെ ഷെയ്ഖ്. മനസ്സ് ഭാര്യ, കുട്ടി, അല്ലെങ്കിൽ വീട്, എസ്റ്റേറ്റ്, കാറ്, പറമ്പ്, കൃഷി, തോട്ടം, തൊടി, അതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് അല്ലാ 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 എന്ന് മാത്രമാക്കണം. ഇതൊക്കെ പഴയ തരീഖത്തിന്റെ കഥ. ഇപ്പൊ തരീഖത്തൊക്കെ മോഡേൺ വൽക്കരിച്ചിട്ടുണ്ട്. പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എല്ലാത്തിലും ആളെ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മാത്രം മതി, എന്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് തുടക്കം. അല്ലാ 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 അല്ലാ. കുറെ കഴിയുമ്പോ ബെനുത്തുന്ന അല്ലാഹ് ഞാൻ തന്നെയല്ലേ. അതാണ് അനൽ ഹഖ്, ഞാൻ തന്നെയാകുന്നു സത്യസ്വരൂപനായ ദൈവം. റിഫായി റാത്തീബിലുണ്ട്, ലാ അന ഇല്ലാ അന്ത, ലാ അന ഞാനല്ല, ഇല്ലാ അന്ത നീ അല്ലാതെ എല്ലാം. ഇപ്പൊ റിഫായി തരീഖത്തെ ഇടക്കിടക്ക് നടത്തുന്ന റാത്തീബ് ലാ അന ഇല്ലാ അന്ത 303 ഖാൻഖാവിന്റെ അടുത്ത് ഇങ്ങനെ ലോ അന ഇല്ല അന്ത, ലോ അന ഇല്ല അന്ത, എന്താന്നറിയില്ല. അങ്ങനെ വെച്ചാ ഞാനല്ല നീ അല്ലാതെ എല്ലാം. പടച്ചവനോട് പറയാണ് നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. 303 വട്ടം പറയണമെന്നാ ഞാനുണ്ട്. അപ്പൊ ഇതാണ് സൂഫികളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു മനുഷ്യനിൽ ഇറങ്ങും, ഹുലൂൽ എന്നാണ് അതിനെ അവർ പറയാ. അള്ളാഹും മനുഷ്യനും ചേർന്നൊന്നാകും, അതാണ് ഇത്തിഹാദ്. അതിനവർ മലയാളത്തിലോ അറബിയിലോ ഓമന പേരിട്ടിരിക്കുന്നു വഹദത്തുൽ വുജൂദ്. വഹദത്തുൽ വുജൂദ് ശരിയായ അദ്വൈതം. അദ്വൈതം തന്നെ എന്താ? ശങ്കരാചാര്യ അദ്വൈതം. ദ്വൈതം എന്ന അവസ്ഥയില്ല. സൃഷ്ടാവ് സൃഷ്ടികന് രണ്ടെണ്ണമില്ല, രണ്ടും കൂടി ഒന്നാണ്. ഇതാണ് അദ്വൈതം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യ പറഞ്ഞത്. സൃഷ്ടാവ് സൃഷ്ടിയെന്ന് ഭേദമില്ല, രണ്ടും ഒന്നാണ്. ആ അവസ്ഥ എത്തണം. നാസൂത്ത് അഥവാ മനുഷ്യപ്രകൃതി, ലാഹൂത്ത് ദൈവപ്രകൃതിയിൽ ലയിക്കണം. ആന്ത്രോത്ത് ദ്വീപിലൊരു തങ്ങള് ചൊല്ലിയ റാത്തീബ് ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് വളരെ ഓർമ്മയുള്ളൊരു വരിയാണ്. ജദുബിന്റെ ഹാലിൽ മൂപ്പര് ചൊല്ലിയതാ. ജദുബ് എന്ന് പറഞ്ഞ കോമരന്നുള്ളലല്ലേ, ഇളകല്. അങ്ങനെ ഇളകി പറയണ നേരത്തെ മൂപ്പര് ചൊല്ലിയ വരിയാണെന്ത്? അനല്ലാ ഞാൻ തന്നെയാണ് അല്ലാ, ലാ യഅ്തരീനി ഫനാഉ എനിക്ക് നാശമില്ല. നോക്കണം നിങ്ങള്, മനുഷ്യൻ സ്വയം ദൈവമായി ചമയുന്ന അവസ്ഥ. അതാണ് തരീഖത്തിന്റെ ആകർഷകത്വം. കുറെ കാലം കഴിയുമ്പോ ഞാനും ഇങ്ങനെയാകും. നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, എല്ലാരും എന്റെ ചുറ്റും വന്ന് എന്നോട് സങ്കടങ്ങൾ പറയുന്ന അവസ്ഥ, എന്നെ കണ്ട് കരയുന്ന അവസ്ഥ, എന്റെ കാഷ്ടവും മൂത്രവും എടുത്ത് ബഹുമാന പുരുഷനും കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ ഞാനും എത്തുമല്ലോ എന്നാലോചിക്കുക. അങ്ങനെ ഇബ്ലീസ് എങ്ങനെ പൊന്തിച്ചു കൊടുക്കാണ്. ഇതാണ് വാസ്തവത്തിൽ തരീഖത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ അവസാനം വഹദത്ത് മാല എന്ന് പറഞ്ഞ മാലയെ കണ്ടല്ലോ. ഇപ്പൊ നമ്മളെ KVM പന്താവൂര് സ്വാമി ഇപ്പൊ അടുത്ത് മരിച്ചല്ലോ. അയാളൊരു തരീഖത്തിന്റെ ഖലീഫയായിരുന്നു. അതാ തരീഖത്ത് അക്ബരിയ തരീഖത്ത്, ജീലാനി തരീഖത്തിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. ഇബ്നുൽ അറബി എന്ന പച്ചയായ ഒരു കാഫിർ ഉണ്ടായിരുന്നു. പച്ചക്കാഫിർ എന്ന് പറയുമ്പോ ഈ താമസക്കാർക്ക് ദഹിക്കുണ്ടാവില്ല. ദഹിക്കൂലെങ്കിൽ നിങ്ങളെ ഉസ്താദന്മാരെ കിതാബ് കൊണ്ട് ഞാൻ തെളിയിക്കും. ബുർഹാനുദ്ദീനുൽ ബിക്കായി എന്ന് പറയുന്ന ഷാഫി പണ്ഡിതൻ, മുഫസ്സിറാണ് അദ്ദേഹം, മുഹദ്ദിസാണ് അദ്ദേഹം. അദ്ദേഹം 40ഓളം പണ്ഡിതന്മാരുടെ അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടിലും തൊട്ടു മുമ്പും ഇബ്നു അറബിയുടെ ശേഷവും വന്ന 1-2 നൂറ്റാണ്ടുകളിലെ പണ്ഡിതന്മാരുടെ വാക്കുകൾ എടുത്തുദ്ധരിച്ച് ഇബ്നു അറബിയുടെ കിതാബിലെ പുസ്തകങ്ങളുടെ ഉദ്ധരണികൾ സഹിതം തെളിയിച്ചിട്ടുണ്ട് ഇബ്നു അറബി കാഫിറാണെന്ന്.
അങ്ങനെയുള്ള കാഫറായ ഇബ്നു അറബിയുടെ തരീഖത്താണ് അക്ബരിയ തരീഖത്ത്. കാരണം അയാൾക്ക് ഷെയ്ഖുൽ അക്ബർ എന്നൊരു പേര് ഇവർ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ആ തരീഖത്തിൽ ഖലീഫയായിരുന്നു ഫരീദ് ബാബ, ഈരാറ്റുപേട്ട, തെക്കൻ കേരളത്തിൽ മുസ്ലിം കേന്ദ്ര ഈ അടുത്ത കാറ്റുപോയത്. അയാൾ രചിച്ച വഹദത്തുമാല, തൗഹീദ് മാല. വഹദത്ത് എന്ന ഒന്നാകലാണ്. അതിലെന്താ ഉള്ളത്? ആദി ഒളിവായി അത് താൻ വെളിവായി, അതു പിന്നെ ആദമായി വന്ന് നുഹൂറായി, അംബിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം മക്കത്തതു തന്നെ വന്ന്. ആദി എന്ന് പറഞ്ഞ അല്ലാഹുവൽ അവ്വൽ, അത് ഒളിവായി, ആദ്യം വെളിച്ചമായി, അത് പിന്നെ ആദമായി വന്ന് നുഹൂറായി. ആ അള്ളാഹു തന്നെയാണ് പിന്നെ ആദമായിട്ട് വന്നതും. പിന്നെ അമ്പിയാക്കളായി ഔലിയാക്കളായി വന്നതൊക്കെ ഈ അള്ളാഹു തന്നെയാണ്. അവസാനം മക്കത്ത് വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതും ഇതിന്റെ ഭാഗമായിരുന്നു. ആ അള്ളാഹു തന്നെയാണ്. ഇതാണ് തരീഖത്തുകൾ ചെന്നെത്തുന്നത്. ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരെല്ലാം പടച്ചവന്റെ അവതാരങ്ങളായിരുന്നു എന്ന തികഞ്ഞ ഹൈന്ദവ വിശ്വാസമാണ്. അക്ബരിയ തരീഖത്ത് മാത്രമല്ല, എല്ലാ തരീഖത്തുകളുടെയും എസൻസ് അതാണ്. എല്ലാം ദൈവത്തിന്റെ അംശമാണ്. അങ്ങനെ പോയത് കൊണ്ട് ബിംബാരാധന പോലും തെറ്റല്ലെന്ന് അബ്ദുൽ കരീമിൽ ജിയനി എന്ന ലഅനത്തുല്ലാഹി അവന്റെ ബുക്കിൽ കാണാം. ബിംബാരാധന തെറ്റല്ല. ആളുകൾ ആരാധിച്ചത് കല്ലിനെയാകട്ടെ, പശുക്കുട്ടിയാകട്ടെ, മരത്തെയാകട്ടെ, ജാറത്തെയാകട്ടെ, എന്തിനെ ആരാധിച്ചാലും അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹ്ക്കുള്ള ആരാധന തന്നെയാണ്. അതിലെല്ലാം അള്ളാഹു ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ രൂപത്തിലേക്കാ പോകുന്നത്. ഇതാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ ദാത്തിന്റെ പ്രകടന സ്ഥലങ്ങൾ മാത്രമാകുന്നു എന്നത്. ഹല്ലാജ്, മൻസൂറുൽ ഹല്ലാജ്, ഇബ്നുൽ ഫാരിദ്, ഇബ്നു സബീൻ, ഇബ്നു അറബി മുതലായവരെല്ലാവരും സുഹൃത്തുക്കളെ ഈ വാദക്കാരായിരുന്നു. ഇബ്നുൽ അറബി പറഞ്ഞെന്താണെന്നറിയോ? ഇബ്നുൽ അറബി അല്ലട്ടെ, ഇബ്നു അറബി. ഇബ്നുൽ അറബി എന്ന വേറെ നല്ല പണ്ഡിതനെ, മാലിക്കി മദ്ഹബിലുള്ള, തുർമുദിക്ക് ശർഹി അദ്ദേഹമല്ല, ഇത് ഷെയ്ഖുൽ അക്ബർ ഇവർ പറയുന്ന സൂഫി. ഫമാ ഫിൽ വുജൂദി ഇല്ലല്ലാഹ്. ഈ ആസ്തിക ലോകത്ത് അല്ലാതെ മറ്റൊന്നുമില്ല. വലാ യഅരിഫുല്ലാഹ് ഇല്ലല്ലാഹ്. അല്ലാഹനെ അറിയാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. വമിൻ ഹാദിഹിൽ ഹഖീഖത്തി ഖാല മൻ ഖാൽ അനല്ലാഹ്. ഞാനാകുന്നു അല്ലാഹ് എന്ന് ചില ആളുകൾ പറഞ്ഞത് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. വസുബ്ഹാനി, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന് പകരം സുബ്ഹാനി, അല്ലാഹു പരിശുദ്ധനല്ല, ഞാൻ എത്ര പരിശുദ്ധൻ. അബൂ യസീദുൽ ബിസ്താമി, അബൂ യസീദുൽ ബിസ്താമിയെ പോലുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല ഇദ്ദേഹത്തിന് ഫുസൂസുൽ ഹിക്കം എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഇബ്നു അറബിക്ക്. റസൂൽ സ്വപ്നം കണ്ടിട്ട് ദാ ഈ പുസ്തകം നീ ജനങ്ങളിലേക്ക് ഇറക്കിക്കോ എന്ന് പറഞ്ഞു എന്നുണ്ട്. അങ്ങനത്തെ കള്ളക്കഥ ഉണ്ട്, തികഞ്ഞ കുഫ്രാദിലുള്ളത്. അതിലയാൾ പറയാണ്, ഫമൻ ഖാല ബിൽ ഇസ്ഫാഇ കാന മുശർരിക വമൻ ഖാല ബിൽ ഇഫ്റാദി കാന മുവഹിദാ. ആരെങ്കിലും സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണെന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. രണ്ടും കൂടി ഒന്നാണെന്ന് പറഞ്ഞാൽ അവനാണ് മുവഹിദ്. ഇപ്പൊ നമ്മളൊക്കെ മുശ്രിക്കാ. കാരണം എന്താ? അല്ലാഹ് വേറെ, സൃഷ്ടി വേറെ അല്ലേ? നമ്മളൊക്കെ മുശ്രിക്കാണ്. തരീഖത്തരെ മാത്രം മുസ്ലിം. കാരണം എന്താ? രണ്ടും ഒന്നാണെന്നാ പറഞ്ഞത്. സൃഷ്ടാവും സൃഷ്ടി ഒന്നാണെന്നാ പറഞ്ഞത്. ഏറ്റവും വലിയ ശിർക്ക് യഥാർത്ഥത്തിൽ ഇതാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഇവരെ പറ്റി പറയലെന്താ? ഇവരാണ് അള്ളാഹിനെ മനസ്സിലാക്കിയ ആരിഫീങ്ങൾ. എന്താ ആരിഫ് പറഞ്ഞ? അറഫ മനസ്സിലാക്കി, ആരിഫ് മനസ്സിലാക്കിയ ആള്. അവർക്ക് അകക്കണ്ണുകൾ ഉണ്ടെന്നാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറന്നാളിറൂന. ആരിഫീങ്ങളുടെ ഹൃദയങ്ങൾ, അതിന് ചില കണ്ണുകളുണ്ട്. അത് മറ്റുള്ളവർ കാണാത്തത് പലതും ആ കണ്ണുകൾ കൊണ്ട്, അകക്കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നുണ്ട്. ഈ രൂപത്തിൽ അകക്കണ്ണുണ്ടെന്നും അകപ്പൊരുളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറയാണ്. ഇന്നൽ ആരിഫ മൻ യറൽ ഹഖ ഫീ കുല്ലി ഷൈഇൻ. എല്ലാത്തിലും അല്ലാഹുവിനെ കാണുന്നവനാണ് ആരിഫ്. ബൽ യറാഹു ഐന കുല്ലി ഷൈഇൻ എന്ന് മാത്രല്ല, എല്ലാത്തിലും അല്ലാഹുവിന്റെ എല്ലാത്തിന്റെയും സത്തയായി അള്ളാഹിനെ കാണണം. ഇങ്ങനെ കാണുമ്പോഴേ ആരിഫാകുള്ളൂന്ന. ഇതിലും വലിയ ശിർക്ക് ലോകത്തുണ്ടോ? ഇതൊക്കെ ചൊല്ലിയാ പോയിട്ട് രണ്ടാമത് കുളിച്ച് ഷഹാദത്ത് ചൊല്ലിയിട്ട് തലമുട്ടടിച്ചിട്ട് വരണം, എന്നാലേ മുസ്ലിം ആകുള്ളൂ. അത്ര പച്ച ശിർക്കത്. ശിർക്കുകളിൽ വെച്ച് ഏറ്റവും കൊടിയ ശിർക്കാണ് വഹദത്തുൽ വജൂദ്, അദ്വൈതം. കാരണം ആരാധനയിലും അതുപോലെ ഇബാദത്തിലും പ്രാർത്ഥനയിലും നല്ലത് ദാത്തിൽ തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കാണ്.
എല്ലാത്തിനും അല്ലാഹുവിന്റെ അംശമുണ്ടെന്ന് വാദിക്കുകയാണ്. ഇതെല്ലാം വലിയ ബുദ്ധിപരമായ വ്യായാമത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് ഈ സൂഫികളെ പുകഴ്ത്തുകയാണ്. ഇപ്പോ ഈ വിഭാഗം ആളുകളെ കൊണ്ടുപോകുന്നത് എല്ലാത്തിനും അല്ലാഹു ഉണ്ട് എന്ന തികഞ്ഞ അദ്വൈതവാദത്തിലേക്കാണ്. അതുകൊണ്ട് ബിംബാരാധനയും സൃഷ്ടിപൂജയും ഒക്കെ അവർക്ക് അനുവദനീയമാണ്. ഇബ്നു അറബി എന്ന ദുഷ്ടൻ പറഞ്ഞത് കേട്ടോളൂ, വൽ ആരിഫുൽ മുകമ്മൽ മൻ റഅ കുല്ല മഅബൂദിൻ മജ്ലൽ ലിൽ ഹഖ് യുഅബദു ഫീഹി. സമ്പൂർണനായ ഒരു ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിലും അള്ളാഹുവിനെ വെളിപ്പെട്ടവനായി കാണുകയും എന്നിട്ട് അതിലൂടെയൊക്കെ അള്ളാഹിനെ ആരാധിക്കുകയും ചെയ്യുന്നവനാണ്. ഏതിനൊക്കെ വലിദാലിക സമ്മഹു കുല്ലഹും ഇലാഹൻ. അതുകൊണ്ട് എല്ലാത്തിനും അവർ ഇലാഹ് എന്ന് പേര് വെച്ചു. മഅസ്മിൽ ഖാസ് ബി ഹജരിൻ ഔ ഷജരിൻ. ചിലപ്പോൾ അത് കല്ലായിരിക്കും, മരമായിരിക്കും, ഔ ഹയവാനും ജീവിയായിരിക്കും, ഔ കൗകബിൻ അല്ലെങ്കിൽ ഗോളങ്ങളായിരിക്കും, ഔ മലക്കിൻ അല്ലെങ്കിൽ മലക്കായിരിക്കും. അതൊക്കെ അതിന്റെ പ്രത്യേക പേര്. എല്ലാം ഇലാഹാണ്. എല്ലാത്തിനും ദൈവത്തിന്റെ വെളിപാടുകളുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കിയവനാണ് ആരിഫി. അല്ല, ചിലർക്കൊക്കെ എഴുതിച്ചില്ല സമസ്തക്കാര യോഗത്തില് സമ്മേളനം ആരിഫീങ്ങൾ പങ്കെടുക്കുന്നു. ആരാണ് ഈ ആരിഫ്? ഈ ജാതി മനസ്സിലാക്കിയവൻ, ഇസ്ലാമിനെ തലതിരിച്ച് മനസ്സിലാക്കിയവൻ. അപ്പൊ കാഫിറിന്റെ കുഫറും മൂമിനിന്റെ ഈമാനും ഒന്നാണെന്ന് പറയുന്നവർ. ഇന്നല്ലദീന അബദു വൽജല മഅബദു ഗൈറല്ലാഹ്. പശുക്കുട്ടി ആരാധിച്ചവനെ എതിർത്തല്ലോ മൂസ നബി. എതിർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത് വേണ്ടതുപോലെ മനസ്സിലായില്ല, അതുകൊണ്ടാണ് എതിർത്തത് എന്നാണ് ഇബ്നു അറബി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറ്റം പറയുന്നത്. ഈ രൂപത്തിലേക്ക് അവർ പോകുന്നത്. ഞാൻ നേരത്തെ ഹല്ലാജിന് ഇസ്ലാമിക ഭരണകൂടം കുരിശിൽ തറച്ചു കൊന്നത് പറഞ്ഞല്ലോ. എന്തായിരുന്നു കാരണം? അയാൾ ഈ വാദം ഉന്നയിച്ചു. അതിനെ സംബന്ധിച്ച് ഖാദി ഇയാദിന്റെ അശ്ശിഫയിൽ കാണാം. واجمع فقهاء بغداد ايام المقتدر من المالكيه وقاضي قضاة ابو عمرو المالكي على قتل الحلاج وصلبه لدعواه الالهيه. ബാഗ്ദാദിലെ ആ കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ മുഖ്തദിറിന്റെ ഭരണകാലത്ത് മാലിക്കി മദ്ഹബിൽപ്പെട്ട അവിടുത്തെ ശരീഅത്ത് കോടതിയിലെ പണ്ഡിതന്മാർ എല്ലാവരും യോജിച്ചു. അവിടുത്തെ എല്ലാ ഖാദിമാരും ഖാദി ഖുലാത്തായിരുന്ന അബൂ അംറുൽ മാലിക്കിയും ഹല്ലാജിനെ കൊല്ലുന്ന കാര്യത്തിൽ ഇജ്മാഇലെത്തി. അയാളെ കുരിശിൽ തറച്ചു കൊല്ലുന്നതിലും കാരണം അയാൾ ദിവ്യത്വം വാദിച്ചു. വൽ ഖൗലി ബിൽ ഹുലൂൽ, എന്നിൽ അല്ലാഹു ഇറങ്ങിയിട്ടുണ്ടെന്ന് വാദിച്ചു. വഖൗലി അനൽ ഹഖ്, ഞാനാണ് ദൈവമെന്ന് വാദിച്ചു. മാ തമസ്സുകി ഫില്ലാഹി ബിശ്ശരീഅത്തി. നൂർശക്കാരി മനസ്സിലാക്കിക്കോളി, ശരീഅത്തിന്റെ ലാഹിർ മുറുകെ പിടിച്ചാ പോരെ. ശരീഅത്തിന്റെ ലാഹിർ മുറുകെ പിടിച്ചവനായിരുന്നു ഹല്ലാജ്. എന്നിട്ട് എന്തിനാ കൊന്നത്? അവന് ഹുലൂലി വാദക്കാരനായിരുന്നു. വലം യഖ്ബലു തൗബതഹു, അവന്റെ തൗബ സ്വീകരിച്ചില്ല. കണ്ടോ? അപ്പൊ അദ്വൈതവാദം എന്ന് പറയുന്നത് ശുദ്ധ കുഫറാണ്. ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ അവനെ കൊന്നുകളയും. അത്തരത്തിലുള്ള വൃത്തികെട്ട മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ശിർക്കും കുഫറും പ്രചരിപ്പിക്കലാണത്. ഇതാണ് തരീഖത്തുകൾ എവിടേക്കാ മനുഷ്യനെ കൊണ്ടുപോകണം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇപ്പൊ ഈ തരീഖത്തുകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ വന്നല്ലോ. ആ ചർച്ചകളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത്. പട്ടിയും പന്നിയും ഒക്കെ അവർക്ക് ഇലാഹുകളാണ്. അൻ-നഫഹാത്തുൽ അഖ്ദസിയ്യ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം നമ്മുടെ മുഹമ്മദ് ബഹാവുദ്ദീൻ സൂഫിയുടേതാണ്. അയാൾ ഉദ്ധരിച്ചതാണ് മറ്റൊരു സൂഫിയിൽ നിന്ന്. വമൽ കൽബു ഖൽ ഖിൻസീറു ഇല്ലാ ഇലാഹുനാ വമല്ലാഹു ഇല്ലാ റാഹിബുൻ ഫിൽ കനീസതി. നായയും പന്നിയും ഒക്കെ നമ്മുടെ ദൈവങ്ങളാണ്. അല്ലാഹ് എന്ന് പറയുന്നതോ അത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു പുരോഹിതനെ പോലെയാണ്. അള്ളാഹിനെ വില കുറച്ച് കാണിച്ചു. നായയും പട്ടിയൊക്കെ വരെ ഇലാഹുകളായി വിശ്വസിക്കുകയാണ്. ഈ രൂപത്തിൽ പിഴച്ച വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് പിഴച്ച വിശ്വാസം, സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്ന് വിശ്വസിക്കണം, രണ്ടും രണ്ടാണെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായി എന്ന വിശ്വാസം അവിടേക്ക് ആ തരീഖത്തുകാരെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇവരുടെ പ്രമാണം എന്താ? ഇവർക്ക് പ്രമാണമുണ്ടോ? ഇവരെ പ്രമാണം പരിശുദ്ധ ഖുർആനും ഹദീസൊന്നല്ല. ഇവരെ പ്രമാണം കശ്ഫുകളും ഇൽഹാമുകളുമാണ്, വെളിപാടുകള്. വഹയ്യ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെയൊക്കെ നടി കിട്ടുമല്ലോ. കാരണം റസൂലുള്ളാഹിനോട് കൂടി വഹയ്യ് നിലച്ചു പോയല്ലോ, ഖാത്തമുൻ നബിയും കഴിഞ്ഞു പോയല്ലോ. അപ്പൊ ഞങ്ങൾ ഔലിയാക്കന്മാർക്ക് ഇനി വഹയ്യുണ്ട് എന്ന് പറഞ്ഞാൽ അടി കിട്ടും മുസ്ലിമായ സമൂഹത്തിന്. അതുകൊണ്ട് അത് പറയില്ല. ഓർക്ക് കശ്ഫുണ്ട്, വെളിപാട്, ഓർക്ക് ഇൽഹാമുണ്ട് എന്ന് പറയും. ഈ കശ്ഫും ഇൽഹാമും പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനി ഹദീസിനെ വ്യാഖ്യാനിക്കാണ്. പന്താവൂർ സ്വാമി ഇറക്കിയ ഒരു പരിഭാഷ ഉണ്ട്, ഖുർആന്റെ ഉൾസാര വ്യാഖ്യാനം. KVM പന്താവൂര് ഈ ഇബ്നു അറബി എന്ന കാഫിറിന്റെ പരിഭാഷ അത്.
ഖുർആനിക ആയത്തുകൾക്ക് നേർക്കുനേർ അർത്ഥം പറയാതെ അതിന് ഉൾസാരം എന്ന് പറഞ്ഞിട്ട് വായി തോന്നിയ അർത്ഥം പറയാ. ആ പറഞ്ഞ അർത്ഥം ഏത് തഫ്സീറിലുള്ളത്, ഏത് സഹാബിയ പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചാലോ ഒരു മറുപടി ഉണ്ടാവില്ല. അത് തഫ്സീറുകളിൽ ക്രോഡീകരിക്കപ്പെട്ട വിജ്ഞാനമല്ല. പിന്നെയോ ഞങ്ങളുടെ ശൈഖന്മാർക്ക് അല്ലാഹു നേരിട്ട് കിട്ടുന്നതാണ്. ഹദ്ദസനി ഖൽബി അൻ റബ്ബീന, എന്റെ റബ്ബിൽ നിന്ന് എന്റെ ഹൃദയം നേരിട്ട് ഉദ്ധരിക്കാണ്. മാത്രല്ല വഹയിനെ പുച്ഛിക്കാണ് സൂഫികൾ ചെയ്തിട്ടുള്ളത്. ബാത്തിനിയായ വിജ്ഞാനത്തിന്റെ സാഗരത്തിൽ, ഇൽമുൽ അസ്റാറിന്റെ സാഗരത്തിൽ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ പ്രവാചകന്മാർ അതിൽ ഇറങ്ങാൻ കഴിയാതെ കരക്കൽ പകച്ചു നിന്നു. കണ്ടോ, ഞങ്ങൾ ആ രഹസ്യ വിജ്ഞാനത്തിന്റെ സാഗരത്തിൽ ഊളിയിട്ടു. പക്ഷേ അള്ളാന്റെ പ്രവാചകന്മാർ പരിഭ്രമിച്ച് കരയിൽ തന്നെ നിന്നു കളഞ്ഞു. ഈ തരത്തിലുള്ള ധിക്കാരാണ്. വഹയിലൂടെ ലഭിക്കുന്ന ജ്ഞാനമൊന്നുമല്ല. ഹദീസ് ഉദ്ധരിക്കുന്നതിനെ പരിഹസിക്കുന്നവരായി വരും അല്ലെ. നിങ്ങൾ പറയും ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഇന്നാലിന്ന ഹദീസ്, ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്നു. ബുഖാരി ജീവിച്ചിരിപ്പുണ്ടോ? അല്ല, മരിച്ചുപോയി. അയാൾ ആയിരുന്നാ ഉദ്ധരിച്ചത്? ഇന്നാലിന്ന പണ്ഡിതൻ. അയാളുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അയാളായിരുന്നാ ഉദ്ധരിച്ചത്? അയാൾക്ക് മുമ്പുള്ള ഒരാളിന്ന്. അയാളുണ്ടോ? മരിച്ചുപോയി. പിന്നാരാ? താബി. പിന്നാരാ? സഹാബി. ഒക്കെ മരിച്ചോല. ജീവനുള്ള ഒറ്റ ആളും പൈലില്ലല്ലോ. മാറ്റിയേക്ക്. ഞങ്ങൾ ജീവനുള്ള പടച്ചവനെടുത്ത് നേരിട്ട് ഉദ്ധരിക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ, നമ്മൾ സനദിൽ പറയുന്നവരൊക്കെ മരിച്ചു പോയവരാണ്. അതൊന്നും വിജ്ഞാനം എടുക്കാൻ കൊണ്ടില്ല. ജീവിച്ചിരിക്കുന്ന, ഇന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു നേരിട്ട് ഉദ്ധരിക്കാണ് ഞങ്ങൾ. ഇതിലും വലിയ ധിക്കാരം വേറുണ്ടോ? പ്രവാചകന്മാർക്ക് പോലും ജിബ്രീൽ മുഖേനയാണ് സന്ദേശം കൊടുത്തതെങ്കിൽ ഞങ്ങളെ ശൈഖന്മാർക്ക് ജിബ്രീലിന്റെ മധ്യസ്ഥം പോലും ആവശ്യമില്ല. നേർക്ക് നേരെ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾ പറയാൻ പോവാണ്. ഇങ്ങനെ കശ്ഫും ഇതും പറഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങൾ ഇവരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തർത്ഥവും പറയാ. ഒരു ശൈഖിന്റെ കശ്ഫിൽ ഒന്നായിരിക്കും, വേറെ ശൈഖിന്റെ കശ്ഫിൽ വേറൊന്നായിരിക്കും, മൂന്നാമത്തോണ്ടത് വേറൊന്നായിരിക്കും. ഇങ്ങനെ കശ്ഫും കറാമത്തും പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തത് എന്തും പറയാൻ ഇൽമുൽ ബാത്തിനിയത്തിന്റെ വാതിൽ അങ്ങ് തുറന്നു വെച്ചാ മതി. അതാപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഹസ്യ വിജ്ഞാനമുണ്ട് ഞങ്ങളെ ശൈഖന്മാർക്ക്. ഷിയാക്കളെ വാദമാണിത്. പൊതു മുസ്ലിം സമൂഹത്തിന് ഇല്ലാത്ത പ്രത്യേക വിജ്ഞാനം, അതിന് ഇൽമുൽ ലദുന്നി എന്നാണ് പറയാ. അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള വിജ്ഞാനം ഞങ്ങൾക്കുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഖുർആന്റെ എല്ലാ ആയത്തിനും ഇവർക്ക് തോന്നിയ അർത്ഥം പറയുന്നത്. ഒരു തഫ്സീറിലും കാണാത്ത അർത്ഥം. ഖുർആനിൽ തന്നെ മറ്റായത്തുകൾക്കെതിരാണോ? അല്ലെങ്കിൽ ഖുർആനിലെ മറ്റായത്തുകളെ വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഖുർആൻ ഇറങ്ങിയ കാലത്തുള്ള സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി? അവിടുന്ന് ദീന് പഠിച്ച താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഇതൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. ഇവർക്ക് ഇവരുടെ ശൈഖന്മാരുടെ നാവിലും ചുണ്ടത്തും വരുന്നതെന്തോ അതങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ് വാസ്തവത്തിൽ ഇവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരിക്കലും തന്നെ ഇസ്ലാം ഇത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം നമുക്ക് ഖുർആനാണ് നമ്മുടെ പ്രമാണമായി പഠിപ്പിച്ചു തന്നത്. ആ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയതാണ്. അദ്ദേഹം അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ജനങ്ങൾക്കായി ഇറക്കപ്പെട്ടതിനെ നീ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം. നിങ്ങൾക്കറിയാം, ഒരായത്ത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ ചേകനൂരികളൊക്കെ പറയലുണ്ടല്ലോ, ഒരു ഖുർആൻ എടുക്കുക, ഒരു അറബി ഡിക്ഷണറി, എന്നിട്ട് നമ്മളങ്ങ് അർത്ഥം വെച്ചാൽ മതി. നിങ്ങൾക്കൊരർത്ഥം, എനിക്കൊരർത്ഥം, ഇയാൾക്ക് വേറൊരർത്ഥം. ചേകനൂരികൾ പ്രത്യക്ഷപ്പെട്ട കാലത്ത് പറഞ്ഞു. ചേകനൂർ എന്താ പറഞ്ഞാലോ, നിസ്കാരം 5 ഉണ്ട്, പക്ഷെ തൊഴിലാളികളൊക്കെ 3 സമയമായിട്ട് നിർവഹിച്ചാൽ മതി. അപ്പൊ കുറെ തൊഴിലാളിക്കം സിന്ദാബാദ്, ചേകനൂർ മൗലവി സിന്ദാബാദ്. ഇപ്പോഴെങ്കിലും ഒരു തൊഴിലാളിന്റെ ആള് വന്നല്ലോ. ഒക്കെ മുതലാളിമാരെ ആളാ. നിക്കരിച്ചെന്നെ വാങ്ങൊടുക്കുക, നിക്കരിച്ച മുതലാളിമാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. തൊഴിലാളികള് 5 നേരത്തെ നിസ്കാരം 3 വഖത്തായി നിസ്കരിച്ചാൽ മതി. നേരെ നോക്കത്തു ഒന്ന് തന്നെ കേട്ടോ. അത് കൗമിന് ചിന്തിക്കൂല. ചിലര് ചേർന്നാ പിന്നെ അങ്ങനെയാണ്, ബുദ്ധി പണയം വെക്കല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇതേ ചേകനൂര് പറഞ്ഞു നിസ്കാരം അസിൽ തന്നെ 3 ഉള്ളൂ, 5 ഇല്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാളുടെ അനുയായി ഒരു മയമാലി മാഷുണ്ടായിരുന്നു, നാട്ടുകളിൽ ഇപ്പൊ അടുത്ത കാറ്റുപോയത്. അയാൾ എന്താ പറഞ്ഞറിയോ, ഗ്രാമർ മൗലാന, നിസ്കാരം 2 ഉള്ളൂ. ഇവിടെ പഠിച്ചൊരു സെയ്ദ് അലി അൻസാരി ഉണ്ടായിരുന്നു, ഓനും ആ നിലാലത്തേക്കാ പോയത്. ഓൻ പറയുമ്പോ 2 ഉള്ളൂ നിസ്കാരം, 5 ഇല്ല, 2 ഉള്ളൂ. ഈ 2 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ എന്താന്നറിയോ,
നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കവാത്തൊന്നുമില്ല. ആ അഖീമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. അപ്പൊ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായാൽ മതി. ഡ്രൈവർക്ക് വണ്ടി വിടുമ്പോ ഓർമ്മ ഉണ്ടാകുക, ചായക്കാരന് ചായ വാരുമ്പോ ഓർമ്മ ഉണ്ടാകുക, തൂക്കി കൊടുക്കുമ്പോ ഓർമ്മ ഉണ്ടാകുക, സ്വർണ്ണ പണിയെടുക്കുമ്പോ ഓർമ്മ ഉണ്ടാകുക, കൈക്കോട്ട് ഇളക്കുമ്പോ ഓർമ്മ ഉണ്ടാകുക. എല്ലാവർക്കും ഓർമ്മ ഉണ്ടായാ മതി. അല്ലാതെ അതിനു വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് റുപ്യന്റെ പള്ളിയും എന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ടാക്കി കിവിലക്ക് നേരെ തിരിഞ്ഞ് കണ്ണ് താത്തി തല തുനിച്ച് ഒന്നും വേണ്ട. എവിടെ എത്തി നിക്കണേ കണ്ടോ? അപ്പൊ വായിത്തൊത്ത് ഖുർആൻ ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിച്ചാൽ എവിടെ എത്തുമെന്നതിന്റെ ഒരു നാടൻ ഉദാഹരണം ഞങ്ങൾക്കാ പറഞ്ഞു തന്നത്. ആ ഖുർആൻ കൊണ്ട് നിസ്കാരത്തിന്റെ രൂപം ഉണ്ടാക്കി ചേകനൂരി. എന്താ രസം നിങ്ങള്. ഉപരി നിസ്കാരം ഉണ്ടാക്കി എന്താ ചെയ്തറിയോ? ഇന്ന് നമ്മൾ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം മുമ്പിൽ വെച്ച് ആദ്യം എന്താ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചേകനൂരിന്റെ ആയത്ത് വകബ്ബിർഹു തക്ബീറാ. തക്ബീറായി. കബ്ബീറു തക്ബീറാണ്. ആദ്യം തക്ബീറില്ല എന്നർത്ഥണ്ടോ? അത് നിസ്കാരത്തിലെ തക്ബീറാന്നുണ്ടോ? അതൊക്കെ ഈ പോത്തിയോളൊപ്പമുള്ളവർക്ക് തിരിയില്ലോ. ഞങ്ങളെ ചേകനൂരിന്റെ ആയത്ത് കബ്ബീറു തക്ബീറ. പിന്നെ റുക്കുവിന് വർക്കാവൂന്ന് എവിടെ ഉണ്ട് അതും പറ്റി. പിന്നെ നോക്കുമ്പോ ഈത്തിദാലിന്റെ ആയത്ത് കാണില്ല. എന്ത് ചെയ്യൂപ്പോ? അപ്പൊ പറഞ്ഞു റുക്കുവിൽ നിന്ന് നേരെ അങ്ങോട്ട് സുജൂദിൽ പോകുന്നത് ഭംഗിയല്ലല്ലോ, അപ്പോൾ ഒന്ന് എണീറ്റിരുന്ന ശേഷം പോകേണ്ടതാണ് അതൊരു ഉള്ളല്. അപ്പൊ ഖുർആൻ കൊണ്ട് നിസ്കാരം സ്ഥാപിക്കാൻ കഴിയൂല. ഇസ്ലാഹി മാസികയിലതാ അബ്ദുൽ മാലിക് മറിയൂർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സാധനം ഉണ്ടല്ലോ. അവര് ആകെ 4 ആളാണ്, ഇപ്പം 3 ഗ്രൂപ്പായി കേട്ടെ. ആസിമാജിയും കൂട്ടും കുറ്റിപ്പുറത്തേരല്ലേ. തിരൂരൊരു ഓഫീസ് വേറെ. ബഖറത്തിന് പശു നർത്തം പറഞ്ഞോ മൂരിക്കുട്ടി നർത്തം പറഞ്ഞ വലിയ കേസാപ്പ. അതാണ് ഒരു ഗ്രൂപ്പാണുള്ള കാരണം. അതിനെപ്പറ്റി 55 പേജ് പ്രബന്ധം ഞങ്ങളതിലുണ്ട്. മനസ്സിലായില്ലേ? ഏതായാലും ഇരിക്കട്ടെ. ആ ചേകനൂരിയോട് പറഞ്ഞപ്പോലെ ഓരോരുത്തരും ഖുർആൻ എടുത്തിട്ട് സ്വന്തം നിലക്ക് അർത്ഥം പറയാം. ഇങ്ങനെ ഉണ്ടാവും. അതും ഇതും ഒരുമായി തന്നെ. തെരീഖത്തിന് അതേ തന്നെ. തെരീഖത്തിലെ ശൈഖ് വായി തോന്നിയത് പറയണ മാതിരി ഇവന് വായി തോന്നിയത് പറയാം. വാസ്തവത്തിൽ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്തിനാ മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തത്? ചേകനൂരിയുടെ കണക്കനുസരിച്ച് മുഹമ്മദ് മുസ്തഫയുടെ റോൾ ഒരു പോസ്റ്റ്മാന്റെ റോളാ. പോസ്റ്റ്മാൻ കൊണ്ടുവന്നിട്ട് നമുക്ക് കത്ത് വരും. ദാ എന്റെ ഉപ്പാന്റെ കത്ത് ദുബായിന്ന്. ഇതിലെന്താ എനിക്കറിയോ? വിളിച്ചങ്ങ് വായിച്ചാളാ. എനിക്കത് പറയണ പണി, എനിക്ക് കൊണ്ടുവന്നേരുന്ന പണിയാണ് എന്നൊരു പോസ്റ്റ്മാൻ പറഞ്ഞ അങ്ങനെ എന്ന മാതിരി റസൂൽ ഒരു ഖുർആൻ കൊണ്ടുവന്നേരാ. അപ്പോ അബൂബക്കർ സിദ്ദീഖ് ഉമറൊക്കെ ഇതിലെന്താ എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ നിങ്ങളെ തരാൻ വേണ്ടി പറഞ്ഞ് ഞാൻ തന്ന് വായിച്ചോളി നോയിക്കോളി നിങ്ങളെ പാടായി എന്ന് പറഞ്ഞ് റസൂൽ അങ്ങോട്ട് പോയതാന്നാ. അല്ല, ഈ ഉത്ബോധനത്തെ നാം നിനക്ക് ഇറക്കി തന്നത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വിവരിച്ചു കൊടുക്കാറുണ്ട്. ആ ചേകനൂരിന്റെ അർത്ഥം പറഞ്ഞ് മറച്ചു വെക്കണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടോ ഒരു വിവരണം? മറച്ചു വെക്കാതിരിക്കാന്നുണ്ട്, ഉള്ളതിനെ വിശദീകരിച്ചു കൊടുക്കാന്നുണ്ട്. എന്നിട്ട് നബി വിശദീകരിച്ചു കൊടുത്തില്ലേ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ഈമാനിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ അവർക്കാണ് നിർഭയത്വം എന്ന ആയത്തിറങ്ങി. അപ്പൊ സഹാബികൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വയ്യുനാലം യാ റസൂലല്ലാഹ്, സ്വന്തത്തോട് എന്തെങ്കിലും ദുൽമ ചെയ്യാത്ത ആരുണ്ട് ഞങ്ങളിൽ? അപ്പൊ റസൂൽ പറഞ്ഞു കൊടുത്തു, നിങ്ങളാ വിചാരിച്ച ദുൽമ അല്ല കൂട്ടരെ, അപ്പറഞ്ഞ ദുൽമ. നിങ്ങൾ ലുഖ്മാൻ പറഞ്ഞ ദുൽമ നിങ്ങൾക്ക് അറിയില്ലേ? അതേതാ? ഇന്ന ശിർക്കല്ല ദുൽമുന്നദീം, ശിർക്ക് വലിയ ദുൽമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ ലുഖ്മാന്റെ വാക്കായിട്ട്? ആ ദുൽമ ഇവിടെ ഉദ്ദേശം. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ വെറും ഭാഷ മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഖുർആന്റെ വ്യാഖ്യാനം ആവശ്യമാണ്. ഒരുപാട് ഉദാഹരണങ്ങളോട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, തന്നിഷ്ടക്കാരായ ഖുർആൻ വ്യാഖ്യാനക്കാരാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ചേകനൂരികളും ഈ തരീഖത്തുകാരും അപ്പുറം ഒരു നാണയത്തിന്റെ 2 പുറങ്ങൾ പോലെയാണ്. പിന്നെ നമ്മളെ മുസ്ലിയാക്കന്മാരോ ഖുർആൻ വായി തോന്നിയ അർത്ഥം പറയല്ലേ, ഒന്നൂർന പുതിയ ആയത്ത്. ഇപ്പൊ വലിയ ഉസ്താദും കൂടി അതാ പറയണത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് ലാ തഖൂലു റായിന, നിങ്ങൾ റായിന എന്ന് പറയരുത്, ഒന്നൂർന എന്ന് പറയണം. അതിപ്പോ മരിച്ചോലെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് ഏതെങ്കിലും മൂക്ക് കീഴ്പ്പെട്ടായ മുഫസ്സിർ ഇവന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചാ അതൊന്ന് യാക്കൗമിന് ആവശ്യമല്ല, ഒന്നൂറിനെ പറഞ്ഞില്ലേ ഞങ്ങള് ചങ്ങായി, അത് മതി, വേറൊന്നും വേണ്ട. നോക്കണം നിങ്ങള്. നമ്മളോട് പറയൽ എന്താണ്?
മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങള്. എന്നിട്ടോ ഒരൊറ്റ തഫ്സീർ എടുത്തോ? പന്നിപ്പേറ് പോലെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഖുറാഫി പ്രസിദ്ധീകരണങ്ങൾ ഇസ്ലാഹ് മാസിക വെല്ലുവിളിച്ചു. കൊണ്ടുവേണോ ഒരു തഫ്സീറെങ്കിലും? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്, റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് ഒറ്റ തഫ്സീർ കൊണ്ടുവരാൻ സാധിച്ചോ? സാധിച്ചില്ല. ഭൂമി മലയാളത്തില് ഒലക്ക മുക്കി എഴുതിയ കുബൂരി തഫ്സീറുകളുണ്ട്. അതിൽ കണ്ടോ? കണ്ടില്ല, കാണൂല. കാരണം അന്ന് ഈ ദുർവ്യാഖ്യാനം കഴിഞ്ഞിട്ടില്ല. ഇനി പുതിയ തർക്കണിയിൽ തിരികേണ്ടി വരും, വേറെ കഴിയൂല. അപ്പൊ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മാനദണ്ഡം അത് അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡമാണ്. ഞങ്ങളെ പരിഭാഷകൾ എടുത്തു നോക്കിയും നിങ്ങൾ പറയണ മാതിരി മുജാഹിദീങ്ങൾ ഓരോരുത്തരും സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കല്ല. അങ്ങനെയാണെങ്കിൽ അമാനി മൗലിന്റെ പരിഭാഷ ഒരൊറ്റ എഡിഷൻ ഇവിടെ ഇറക്കേണ്ടി വരുള്ളൂ. എത്ര എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞു, ഇപ്പോഴും തിരക്കാം. എന്താ കാരണം? അമാനി മൗലിന്റെ വകയല്ല അത്. മുൻഗാമികളായ മുഫസ്സിറുകൾ എങ്ങനെ ഖുർആനെ സമീപിച്ചു? ഒന്നാം വാല്യത്തിലെ മുഖവര് നിങ്ങൾ എടുത്തു നോക്കൂ. വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി, ആ രീതി അനുസരിച്ചാണ് ഞങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, ഖുർആനിൽ വ്യാഖ്യാനമില്ലെങ്കിൽ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, ഹദീസിലും വ്യാഖ്യാനം കണ്ടിട്ടില്ലെങ്കിൽ സഹാബത്തിന്റെ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക, സഹാബത്തിന്റെ വ്യാഖ്യാനത്തില്ലെങ്കിൽ താബീങ്ങളെങ്കിലും വ്യാഖ്യാനിച്ചു നോക്കുക. ആദ്യകാല മുസ്ലിമീങ്ങൾ ഖുർആൻ അവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചവർ, അവരിന്ന് ദീന് പഠിച്ചവർ, അവരെങ്ങനെ മനസ്സിലാക്കി? അതാണ് സലഫുകളുടെ മാർഗം, അതാണ് സലഫി മൻഹജ്. നമ്മളെ മടവൂരികൾക്ക് ഇപ്പോഴും അങ്ങ് ദഹിച്ചിട്ടില്ല സലഫി മൻഹജോ. അങ്ങനെ ഒരു വാക്കിന് നമ്മൾ മുമ്പ് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വളവന്നൂർക്കാരൻ ഒരാള് കുറ്റിപ്പുറം സമ്മേളനത്തിന് സോവനീർ ഇറക്കിടിയിൽ മുമ്പിലുണ്ടായിരുന്നു. ആളെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ട് നാവ് കേടിയെത്തില്ല. അന്ന് അറബിയിൽ അയാൾ എടുത്തു കൊടുത്ത ലേഖന, അതിന്റെ ഹെഡിങ് എന്താ അറിയോ? അൽ മൻഹജു സലഫി വസാഹിറുൽ മനായിജ്. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിന്റെ ലേഖന, അറബിയിലാ ഹെഡിങ്. സലഫി മൻഹജും മറ്റ് മൻഹജുകളും 86-ലല്ലേ നടന്നത്. ഇപ്പൊ പറയാണ് അങ്ങനെ ഒരു വാക്ക് മുമ്പ് നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് വളവന്നൂർക്കാരനോട് പോയി ചോദിച്ചു നോക്കി, ലെവലുള്ള നേരത്തെ പോയി ചോദിച്ചാ മൂപ്പര് പറഞ്ഞു തരും. അൽ മൻഹജു സലഫി വസായിറുൽ മനാഹിജ്. അറബി ലേഖനങ്ങളല്ലേ എടുത്തു കൊടുത്തത് അല്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? സലഫുകളുടെ മാർഗം അത് ഞങ്ങൾ മനസ്സിലായി, അത് ഞങ്ങൾ അംഗീകരിക്കും, സലഫുകളുടെ മാർഗം. പക്ഷെ നിങ്ങൾ ഈ മൻഹജു സലഫി ഉണ്ടല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കൂല. എങ്ങനെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇതാണ് പോയത്തക്കാര്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഞങ്ങൾ അംഗീകരിക്കൂല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങൾ അംഗീകരിക്കും. എങ്ങനെയുണ്ട്? ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. 1950-കളിൽ പരപ്പനങ്ങാടി വാദപ്രതിവാദത്തിൽ നമ്മൾ എഴുതി കൊടുത്തതാണ്. സലഫുകൾ എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിച്ചത്, അതുപോലെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ആ വ്യാഖ്യാനത്തിന് പോകുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇവിടെ എല്ലാ ദുർവ്യാഖ്യാനങ്ങളും കടന്നു വന്നത്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം പോലെ തന്നെ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം, ഏതേത് കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ആ വിശ്വാസപരമായ എല്ലാ വൈകല്യങ്ങളിലേക്കും മുസ്ലിമീങ്ങൾ പോകാൻ കാരണം എന്താ? ഇതാണ് കാരണം. അള്ളാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിൽ സലഫുകളുടെ മാർഗത്തിൽ നിന്ന് വിട്ടു സ്വന്തം വ്യാഖ്യാനത്തിലേക്ക് പോയി. ആ സ്വന്തം വ്യാഖ്യാനം വന്നപ്പോ എന്തെല്ലാം ആപത്തുകൾ ഈ നാട്ടിലുണ്ടായി. ഇഖ്റ ബിസ്മിക്ക് അർത്ഥം പറഞ്ഞു. എല്ലാ സാധാരണക്കാരായ ചെറിയ കുട്ടികൾക്കും അറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു തർക്കമല്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ പറഞ്ഞു ഖറഅ എന്നതിന്റെ ഭാഷാർത്ഥം നോക്കണം. ഭാഷാർത്ഥം നോക്കുമ്പോൾ ജമഅ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെക്കുക എന്നാണ്, ശേഖരിക്കുക എന്നാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പൊ നിന്റെ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെച്ചാൽ നിനക്കൊരു റബ്ബിനെ കണ്ടെത്താം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹദീസിൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനം, ഹദീസിന്റെ വ്യാഖ്യാനമല്ലോ, ആ ഭാഷാപരമായി എന്താണ് അർത്ഥം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അവസാനം ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ ചർച്ച വന്നു. നിങ്ങളെ സ്വന്തം വകയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഖുർആന്റെ പേരിൽ വ്യക്തമായ ഹദീസിൽ തഫ്സീർ ഉണ്ടായിട്ട് പിന്നെ നിങ്ങളെ സ്വന്തം വക തഫ്സീർ ജനങ്ങളോട് പറയാൻ പാടില്ല. സമ്മതിച്ച് ഒപ്പിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ പറഞ്ഞു ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പ് കൂടി അതൊക്കെ അല്ലേ നാടകം കളിച്ചല്ല ഞങ്ങള്. പുറമുള്ളവര് വന്നിട്ട് പറയാ കെട്ടിപ്പിടിക്കാണ്, നമ്മൾ ഒന്നായിട്ടോ പ്രശ്നമൊക്കെ തീർന്നിട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അറിയാണ് നാടകം കളിച്ചായിരുന്നു. ആരെങ്കിലും നാടകം കളിച്ച? ഞങ്ങൾ നാടകം കളിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ ശരിയായ ജീവിതം വെച്ചാൽ അഭിനയായിരുന്നില്ല.
പിന്നീട് പോയിട്ട് മൂപ്പര് മരിക്കണതിന് മുമ്പ് പ്രസംഗിക്കാണ്, ഈ മരമൂരാച്ചികൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാകണമെങ്കിൽ 1 നൂറ്റാണ്ട് കഴിയുന്നു. ഏതായാലും അള്ളാന്റെ വേണ്ടി കൊണ്ട് ആ പരിഭാഷ പൂർത്തിയാക്കാൻ കഴിയാതെ മൂപ്പര് മിംസെന്ന് ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞ് അള്ളാഹു അദ്ദേഹത്തെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ പരിഭാഷ ഞാൻ ശബാബിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ വ്യാഖ്യാനം ഉണ്ടല്ലോ, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളത് പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരുന്നു. പൂർത്തിയാക്കാൻ അള്ളാന്റെ വേണ്ടി കൊണ്ട് ഇവർക്ക് അവസരം ഉണ്ടായില്ല. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമില്ലാന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തില് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും കാണിച്ചു തന്ന രീതി ഏതോ ആ രീതി കൈവിട്ടു. അതാണ് എല്ലാ വിഭാഗം ആളുകൾക്കും പറ്റിയത്. ചില ആളുകളൊക്കെ പറയും, എന്താ ഇപ്പൊ എല്ലാരും ആയത്തല്ലേ ഓതുന്നത്, നിങ്ങൾ വന്ന് ആയത്തോതും, ഈ ജമാഅത്ത് എന്ന ഓരോ ആയത്തോതും, ചേകനൂരി എന്ന ഓരോ ആയത്തോതും, ഖുറാബികൾ എന്ന ഓരോ ഓതും, ഇനിയിപ്പോ തെരീകത്തേര് വന്ന ഓരോ ഓതും. ഞങ്ങൾ എന്തെന്നാ കാട്ടുക? നിങ്ങൾ കാട്ടേണ്ടത് എന്താണെന്നറിയോ? ഖുർആനെ ആരാണ് സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കണമെന്ന് നോക്കി പിടികൂടുക. ഖുർആന് മുൻഗാമികൾ വ്യാഖ്യാനിച്ചതുപോലെ ആരാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് അവരാരാണ് അവരെ ഗുണങ്ങളും തോളി. സ്വഹാബികളും താബികളൊക്കെ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിച്ചോ അതുപോലെ വ്യാഖ്യാനിക്കുന്നിടണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മളെ വിശ്വാസം എന്താ? 1400 കൊല്ലം മുമ്പ് അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ഖുറൈശി ഗോത്രത്തിൽ ജനിച്ചു വളർന്ന് 40-ാമത്തെ വയസ്സിൽ വഹയി കിട്ടി 63-ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനായ വ്യക്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പത്തിൽ അറബികളുടെ കണ്ണിലുണ്ണിയായിരുന്നു, അല്ലമീനായിരുന്നു. പക്ഷെ വഹയി കിട്ടിയപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറി. അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, മസൂർ എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ തെളിഞ്ഞ പ്രകാശത്തിൽ ജീവിച്ചു മരിച്ചുപോയ വ്യക്തി. പക്ഷേ തരീഖത്തുകാർ വിശ്വസിക്കുന്നതോ അതൊന്നുമല്ല. തരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് അവ്വലുൽ മഖ്ലൂഖാത്താണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലാണ് ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തി. മങ്കൂസ് മൗലൂദിൽ അതല്ലേ പഠിപ്പിക്കുന്നത്? അല്ലേ? സമസ്തക്കാരുടെ പുസ്തകത്തിൽ അതല്ലേ പഠിപ്പിക്കുന്നത്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ഈ റബീഉൽ അവ്വൽ പ്രവാചകനാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ലോകത്ത് അള്ളാനെ കഴിച്ചാ പിന്നെ ആദ്യം ഉണ്ടായതാരാ? മുഹമ്മദ് നബിയുടെ വെളിച്ചാണ്, പ്രകാശാണ്. നൂറുള്ള അല്ല, നൂറ് മുഹമ്മദ്. അതാണ് ആളുകൾ പെണ്ണുങ്ങൾ കുട്ടിനാട്ടുമ്പോ പറയലില്ലേ, ഹസ്ബി റബ്ബി ജല്ലല്ലാന്റെ ബാക്കി നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹുവിന്റെ നൂറാണ്. സമസ്തക്കാരെ താരീഖുർ റസൂലത നബി തങ്ങളുടെ പ്രകാശം, ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട നബി തങ്ങളുടെ പ്രകാശമാണ്. അതിൽ നിന്നാണ് സർവ്വചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മങ്കൂസിലും അതാണ് പഠിപ്പിക്കുന്നത്. ഹിമാലയം നുണ. സമസ്തക്കാരെ മദ്രസാലും മുജാഹിദിന്റെ മദ്രസാലും എവിടെങ്കിലും ഒന്ന് പറഞ്ഞേച്ചാ പോരേ എന്ന ലിബറൽ മനസ്ഥിതിക്കാര്, എലാസ്റ്റിക് ചിന്താഗതിക്കാര് മനസ്സിലാക്കിക്കോളീം. 8 വയസ്സായ കുട്ടിന്റെ മണ്ടേ കടിച്ചു കെട്ടണ ഹിമാലയം നുണ. അള്ളാന്റെ റസൂലിന്റെ പ്രകാശ ലോകത്താദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ഞങ്ങൾക്ക് 6000 മദ്രസ ഉണ്ട്, എന്നിട്ടോ 60,000 അല്ലെങ്കിൽ 6 ലക്ഷം കുട്ടികളെ മണ്ടയിലൊക്കെ ഈ പച്ച നുണ വർഷങ്ങളായി നിങ്ങൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു കുബൂരികളെ. അതാരും ഇവിടെ പറയില്ല, അത് പറയില്ല, ഞങ്ങൾ മാത്രമേ പറയുള്ളൂ. എന്നിട്ടോ അവസാനം ഞങ്ങൾ പലയിടത്തും വെല്ലുവിളിച്ചു, എവിടുന്ന് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഈ തെക്കൻകുറ്റൂര് ഒരു 10-20 കൊല്ലം മുമ്പ് ഗണ്ണല പ്രസംഗത്തിൽ നിന്നപ്പോ ഒരു സഖാഫി പറഞ്ഞെന്താണെന്നറിയോ? അത് മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്. ഞാൻ അന്ന് മറുപടി പറഞ്ഞു, മുസന്നഫിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഇയാള് പറയാ, മൗലവി തെരഞ്ഞു നോക്കിയിട്ട് കണ്ടില്ലല്ലേ മുസന്നഫില്? എന്നാലേ മുസന്നഫിൽ ഇല്ലാന്ന് പറഞ്ഞ കാര്യല്ല, അത് കസ്തല്ല, നിന്റെ മുവാഹിബുല്ല ദുനിയയിലുണ്ട്. അപ്പൊ മുസന്നഫിൽ ഇല്ലാന്ന് ഉറപ്പായല്ലോ. മൗലവി തെരഞ്ഞിട്ട് കണ്ടില്ലാറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് അപ്പ പറയും പേജും നമ്പറും. 20,000-ലധികം ഹദീസുള്ള കിതാബ് അപ്പ നമ്പർ പറയും. പറഞ്ഞില്ല, കാരണം മുസന്നഫിൽ അങ്ങനെയല്ല. മുസന്നഫിന്റെ പേരിൽ കസ്തല്ലാനി എന്ന് പറയുന്ന വ്യക്തി തന്റെ മവായിബുല്ല ദുനിയ എന്ന കീറ കിതാബിന് വെച്ച് കാച്ചിയതാ.
ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് അറിയോ? അഖ്ബർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്, ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് എന്താണെന്ന് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്. അപ്പൊ മറുപടി കൊടുത്തത് നൂറ നബിയിക യാ ജാബിർ, ജാബിറെ നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. കള്ളക്കഥയാണ് സുഹൃത്തുക്കളെ ഇത്. വാസ്തവത്തിൽ മുസന്നഫിൽ അങ്ങനെ ഇല്ല. മുസന്നഫിന്റെ പേരിൽ തസ്തല്ലാനി പറഞ്ഞ കളവ്, ആ കളവിനെ ഇവിടെ കേരളം മുഴുവൻ ഈ കുബൂരി മുസ്ലിയാക്കന്മാർ പ്രക്ഷേപണം ചെയ്ത് കൊണ്ട് നടക്കാണ്. വാസ്തവത്തിൽ അങ്ങനെ ഇല്ലേ ഇല്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത കാലത്ത് അലവി സഖാഫി പ്രസംഗിക്കാണ്, മുസന്നഫിലെ നഷ്ടപ്പെട്ട ചില ഹദീസുകൾ കണ്ടെത്തിയിരിക്കുന്നു ഇതോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇതെന്താ ഇരുമ്പ് കുഴിച്ചെടുക്കാൻ പറ്റിയ സാധന ഈ ഹദീസ് പറഞ്ഞ? എവിടുന്ന് കിട്ടി? ഞാൻ പറഞ്ഞു മർക്കസിൽ തന്നെ വെച്ചാ മതി. നിങ്ങളെ എക്സിബിഷൻ ഉണ്ടാവുമ്പോ കാണിച്ചോളൂ, നിങ്ങളെ ബാലന്തലി കെട്ടിയർക്ക്, വേറെ ആർക്കും കാണിക്കണ്ട. മനുഷ്യന്റെ ഇടയ്ക്ക് ഇറക്കാൻ പറ്റുമോ അത്? ഇത്ര കാലം ലോകത്തിന്റെ മുഴുവൻ ലൈബ്രറികളിലുമുള്ള മുസന്നഫിൽ ഇല്ലാത്തൊരു ഹദീസ് ഇവരെവിടുന്നോ മാന്തിക്കൊണ്ടെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ ഹദീസ് വരെ സ്വന്തം ഉണ്ടാക്കുകയാണ്. അബൂദാവൂദിൽ അതാ 20 ലൈലത്തൻ 20 രാത്രി എന്നുള്ളത് തറാവീന്റെ ഹദീസില് റക്അത്തന്നാക്കി. ഉത്തരേന്ത്യയിൽ നടന്ന തട്ടിപ്പാണത്. ഉത്തരേന്ത്യയിൽ ഹനഫികൾ നടത്തിയ തട്ടിപ്പാണത്. അതിപ്പോൾ ഈ കുബൂരികൾ ഇവിടെ ഏറ്റുപിടിക്കുന്നു. അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരെ തട്ടിപ്പ്. ഇതും ജൂദായിസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുരീദന്മാര് ശൈഖന്മാര് വാഴ്ത്തപ്പെട്ടവരാക്കി പ്രഖ്യാപിക്കലും സ്വർഗത്തിൽ രക്ഷപ്പെടുത്തലൊക്കെ അതെല്ലാം ക്രിസ്ത്യാനിറ്റിയിൽ വന്നതുപോലെ തന്നെ ഇതും ക്രിസ്ത്യാനിറ്റിയിൽ വന്നതാ. വേദഗ്രന്ഥങ്ങളിൽ മാറ്റിമറിക്കുക. കണ്ടോ, വാക്കുകൾ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കുക, അർത്ഥം തന്നെ തെറ്റിക്കുക, വാക്ക് തന്നെ ഇല്ലാതാക്കുക, പുതിയ പുതിയ ഹദീസുകൾ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് വെച്ച് കാച്ചുക. ഇതെല്ലാം ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലാണ് ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന കള്ളക്കഥ എല്ലാ തരീഖത്തുകാരും വിശ്വസിക്കുന്നുണ്ട്. അത് മുഹമ്മദിയ പൊരുൾ ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നൊരു കള്ളക്കഥ ഇബ്നു അറബി ഉണ്ടാക്കിയതാണ്. ഇബ്നു അറബിനൊന്നും ഒരിക്കലും തന്നെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ബഹുമാനിക്കാൻ പോലും പാടില്ലാത്ത അത്ര ദുഷ്ടനാണ്. മനസ്സിലായില്ലേ? ബുർഹാനുദ്ദീൻ ബിഖായിയുടെ പുസ്തകം വായിച്ചാൽ ഈമാനുള്ളവൻ കരഞ്ഞു പോകും. മക്കയിലെ ദാറുൽ ഇഫ്ത അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തംബീഹുൽ ഗബി ഇലാ തക്ഫീർ ഇബ്നു അറബി എന്ന പുസ്തകത്തിന്റെ ശരിയായ പേര് കണ്ടോ. ഇബ്നു അറബി കാഫിറാണെന്ന കാര്യം വിവരമില്ലാത്തവരെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകം എന്നാണ്. മനസ്സിലാക്കിയ ചോളീന അയാൾ ഉണ്ടാക്കിയത് ഹഖീഖത്തുൽ മുഹമ്മദിയ. എല്ലാം മുഹമ്മദിയ പൊരുളാണ്. ആ മുഹമ്മദിയ പൊരുളിന്റെ ഭാഗമാണ് മറ്റുള്ളതെല്ലാം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കള്ള ഹദീസ് ഉണ്ടാക്കി. കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസി. കണ്ടോ, സൃഷ്ടിപ്പിൽ നബിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തവൻ ഞാനാണ് എന്ന് മാത്രല്ല നിയോഗമനത്തിൽ അവസാനത്തവനും ഞാനാണ്. റസൂലുള്ളാഹിന്റെ പ്രകാശാദ്യം ഉണ്ടാക്കിയെന്ന് ന്യായീകരിക്കാൻ ചിലപ്പോഴൊക്കെ ഇവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസായത്. എന്നിട്ട് ഈ പ്രകാശം ആദം നബിയെ സൃഷ്ടിക്കാൻ എത്ര കൊല്ലം മുമ്പ് ഉണ്ടായത്? അതിനെ സംബന്ധിച്ചും തർക്കമുണ്ട്. 70,000 കൊല്ലം മുമ്പാണെന്നാണ് ഒരു മൗലൂദിൽ പറയുന്നത്. നല്ല നബി ആദം നമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ ഊതിത്തോവർ. 100,000 ആണ്ട് പറഞ്ഞ 1,00,000 കൊല്ലം മുമ്പ്. അതാണ് മഹ്മൂദ് മാലി പറയുന്നത്. 70,000 ജാല മുഹമ്മദ് പറയുന്നത്. വേറെ ഒരു മൗലൂദിൽ വേറെയും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം എന്താ? ഇതെല്ലാം നുണയാണ്. ഒരു നുണയും പറഞ്ഞ് മറ്റേ നുണയൻ അറിയില്ല, ആ 2 നുണയും പറഞ്ഞ് 3ാമത്തെ നുണയൻ അറിയുന്നില്ല. ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് സബീന എന്നും പറഞ്ഞിട്ട് ബഹുമാന പുരസ്സരം ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മുസ്ലിം സമൂഹത്തിനുള്ള വിശ്വാസമല്ല വാസ്തവത്തിൽ ആർക്കുള്ളത്, ഈ വിഭാഗത്തിനുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സ്വർഗം ആശിച്ചുകൊണ്ടോ നരകം ഭയപ്പെട്ടുകൊണ്ടോ കർമ്മം ചെയ്യരുതെന്ന ഗുരുതരമായ ഒരു വാദം കൂടി ഇവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള എന്താണ്? പ്രവാചകന്മാരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ നളീം. ഞാൻ എന്റെ റബ്ബിനെങ്ങാനും എതിര് പ്രവർത്തിച്ചാൽ ഗുരുതരമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. പ്രവാചകന്മാർ നരകശിക്ഷയെ ഭയപ്പെട്ടിരുന്നു.
ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി, അവർ നല്ല കാര്യങ്ങളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു. വയദഊനനാ റഗബൻ വറഹബാ, പേടിച്ചുകൊണ്ടും പ്രതീക്ഷയോടുകൂടിയും നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. നല്ല പ്രാർത്ഥന, പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് വികാരം: ഒന്ന് അവന്റെ നരകത്തെ കുറിച്ചുള്ള പേടി, ഒന്ന് അവന്റെ സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മാത്രല്ല മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് തട്ടി നീക്കണേ. അപ്പൊ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഖുർആൻ മദീദും പഠിപ്പിച്ചതാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ, ഞാൻ ഇതാ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലുകളും ചോദിക്കുന്നു. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് എന്ന ഉന്നത സ്വർഗം ചോദിക്കണമെന്നും ഹദീസിൽ കാണാം. പക്ഷെ തരീഖത്തുകാർ പഠിപ്പിക്കുന്നത് സ്വർഗത്തെ ആശിച്ചുകൊണ്ടോ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടോ കർമ്മം ചെയ്യാൻ പാടില്ല. പിന്നെയോ അല്ലാഹുവിനെ കണ്ണിറയെ കാണുക, അതായിരിക്കണം ഒരു സൂഫിയുടെ ലക്ഷ്യം. അത് മാത്രമായിരിക്കണം ലക്ഷ്യം, അതല്ലാത്ത ലക്ഷ്യം ഉണ്ടായിക്കൂടാ എന്നാണ് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രവാചകന്മാര് പഠിപ്പിച്ച ആ രീതിയല്ല പ്രവാചകന്മാരുടെ വിശ്വാസവും അവരുടെ പ്രബോധന ശൈലിയുമല്ല. പിന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഓർക്കാൻ ദിക്ർ ചെല്ലാൻ ഖുർആൻ എത്രയോ നമ്മളെ പഠിപ്പിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ ദാക്കിർ. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സൂറത്ത് അഹ്സാബിൽ പറഞ്ഞെന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞ അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക്, അള്ളാഹിന്റെ റസൂലിൽ തന്നെ നമുക്ക് ധാരാളം മാതൃക ഉണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകള്, അവിടുന്ന് പഠിപ്പിച്ച ദുആകള് അത് പതിവായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അള്ളാഹു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹത്തായ സ്ഥാനം ലഭിച്ച ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റൊന്നും തരീഖത്തേർക്ക് പോരാ. അവർക്ക് ശ്വാസങ്ങൾ ദിക്റാക്കലാണ്. തരീഖത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ ഓതണിക്കൊരു ശൈഖ് പറയണം. ചില ആളുകളോട് പറയും കുറച്ചാലത്തേക്ക് ഖുർആൻ തൊടാൻ പാടില്ല. ഞാൻ എന്താ ചെല്ലേണ്ടത്? നിങ്ങൾ ഹൂ നീയല്ലായി, ഹൂ 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 അതിന് പറഞ്ഞെടുക്കും. അടിയിന്ന് മൂലത്തുനിന്ന് എടുത്തിട്ട് പഴയ കൂടി ഇങ്ങനെ വന്നിട്ട് ചങ്കക്കൂടി ഇങ്ങനെ ചാടിക്കണം. പ്രത്യേക റിയാളാന്ന് അതിന് പറയാ. എന്തെല്ലാം സർക്കസ് ദിക്റുകൾ ഉണ്ട് നരികള്. ശ്വാസം പോലും ദിക്റാക്കി മാറ്റുന്ന ധ്യാനങ്ങള്, മുറാഖബകള്, അതൊക്കെ ചെയ്യണം. പിന്നെ ഇല്ലാഹു 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 ഇല്ലാഹു, പിന്നെ ഹാ ഹും ഹീ ഹം വേറെ ദിക്റ. ഇങ്ങനെ വായി തോന്നിയതൊക്കെ എന്ത് കോപ്പറേറ്റ് പറഞ്ഞാലും ചെയ്യണോ? മുരീദ് എന്ത് പറയും, ഷെയ്ഖ് എന്ത് കൽപ്പിച്ചാലും മുരീദ് ചെയ്തോളണമെന്നാണ്. അങ്ങനെ മുരീദന്മാർക്ക് പലതരത്തിലുള്ള ദിക്ർ സർക്കസുകളും ഇവർ പഠിപ്പിച്ചു കൊടുക്കും. അതൊരു ഷെയ്ഖ് 50 എന്നറിയും, മറ്റേ ഷെയ്ഖ് അയാളെ മുരീദിന് 100 ആയിരിക്കും കൊടുത്തിട്ടാകുക. മൂന്നാമതൊരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ അയാൾ 150 ആയിരിക്കും. ആരാ ഇവർക്ക് ഇതിനൊക്കെ അധികാരം കൊടുത്തത്? ദിക്റുകൾക്ക്, ദുആകൾക്ക് എണ്ണവും മണ്ണവും നിശ്ചയിക്കാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനോ മാത്രമേ അവകാശമുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണവും മണ്ണവും നിശ്ചയിക്കാത്തൊരു ദിക്റിന് എണ്ണവും മണ്ണവും നിശ്ചയിച്ചാൽ അത് ബിദ്അത്താണ്. ഇപ്പൊ സ്വലാത്ത് സുന്നത്താണ്. പക്ഷെ ഒരാൾ വരെ റോഡ് മുറിച്ചെടുക്കുമ്പോ 3 സലാത്ത്, തെങ്ങുമ്പോ കയറുമ്പോ 5 സലാത്ത്, ബിൽഡിംഗ് വന്ന് ചാടുമ്പോ 2 സലാത്ത്, കുളത്തിൽ മുങ്ങുമ്പോ 7 സലാത്ത്, ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയാല് ബിദ്അത്തായില്ലേ? അതുപോലെ ഏതൊരു ദിക്റും എണ്ണം പഠിപ്പിക്കാതെ റസൂല് പഠിപ്പിച്ചത് നമ്മളെ വകയായിട്ട് എണ്ണം നിശ്ചയിക്കാൻ പാടില്ല. പക്ഷെ ഓരോ തരീഖത്തിലെ ശൈഖും അവരുടെ മുരീദന്മാർക്ക് നിശ്ചിത എണ്ണം നിശ്ചയിച്ചു കൊടുക്കുന്നു. എണ്ണം നിശ്ചയിച്ചു കൊടുക്കുക മാത്രല്ല, മാലയിലാപ്പ ചൊല്ലുന്നത് സുബ്ഹത്ത് എന്നതിന് പറയും, ജപമാല. ഇസ്ലാമിൽ ജപമാലയില്ല. സന്യാസികളാണ് ജപമാല കൊണ്ടുവന്നത്. ക്രിസ്ത്യാനികളിൽ നിന്ന് കടന്നു വന്നതാണിത്. ജൂതായിസത്തിലും ക്രിസ്ത്യാനിസത്തിലുമാണ് തരീഖത്തിന്റെ അവസാനം, കുബൂരിസത്തിന്റെ അവസാനം ചെന്നെത്തുന്നത്. വേരുകൾ അവിടെയാണ്. ക്രിസ്ത്യാനികളെ കൊന്താണ് അവര് പറയാ. അവരുടെ കയ്യിൽ ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങളില്ലേ, ഈ കന്യാസ്ത്രീകള്, അച്ഛന്മാര്, അവരൊക്കെ കയ്യിലുണ്ടാവും ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരിന്നുണ്ടായത് അത് ഇസ്ലാമിൽ അതില്ല. എന്നിട്ട് കള്ള ഹദീസ് ഉണ്ടാക്കിയിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഈ സൂഫികള്. നിഅമൽ മുദക്കിറു സുബ്ഹ, കണ്ടോ, ജപമാല ഓർമ്മിപ്പിക്കാൻ എത്ര ഉത്തമം. ഈ മാല കയ്യിലുണ്ടെങ്കിൽ ദിക്ർ ചെല്ലണം നമുക്ക് തോന്നും, അതിനു വേണ്ടിയാണ്. നോക്കണം, എന്നാ ഒരു ദിക്റിന്റെ കിതാബുണ്ടെങ്കിൽ കീസിലിട്ടോളിയും, അല്ലെങ്കിൽ അത് ലോക്കറ്റാക്കി മാലാക്കിക്കോളിയും, എടുത്ത് നോക്കും ചെയ്യാലോ. ഇങ്ങനെയൊക്കെ ദീനുണ്ടാക്കി എന്തായിരിക്കും സ്ഥിതി? ദിക്ർ ചെല്ലണമെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിക്ർ ചെല്ലുന്ന മാല കൈവശം വെക്കുക. എന്നാ ദിക്റിന്റെ ബുക്ക് കൈവശം വെച്ചൂടെ? ഓതണം തോന്നാൻ വേണ്ടി 24 മണിക്കൂർ മുസാബ് കൊണ്ടെടുക്കുക, അത് സുന്നത്താവോ? ഇല്ലല്ലോ. വൃത്തികെട്ട സ്ഥലങ്ങളിലേക്ക് അത് കയറ്റാൻ പറ്റുമോ? എല്ലാ സമയത്തും അത് വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ ഓരോരുത്തർ അവനവന് തോന്നുന്ന രൂപത്തിൽ ദീനുണ്ടാക്കാണ്. എന്ന് മാത്രല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലത് കൈകൊണ്ട് ദിക്റുകൾ കണ്ണം പിടിക്കുന്ന സുന്നത്ത് നശിച്ചുപോയി. തന്നെ വലത് കൈ കൊണ്ടാണ് ദിക്റുകൾ കണ്ണം പിടിച്ചിരുന്നത്. ഈ വിരലുകൾ കൊണ്ട് നിങ്ങൾ എണ്ണം പിടിക്കണം, ഇവ സംസാരിപ്പിക്കപ്പെടും, ഇവയോട് അല്ലാഹു ചോദിക്കും. അപ്പൊ സാക്ഷി പറയും. ഈ മാല സാക്ഷി പറയുന്നതിന് ഒരു തെളിവില്ല. എന്നിട്ട് മാത്രല്ല, ഒരു ഡിജിറ്റൽ കൗണ്ടർ കയ്യിൽ ഇങ്ങനെ നോക്കും എത്ര ഉണ്ടായി, എന്നിട്ട് സമാധാനിക്കാം. 12,500 3 ദിവസം കൊണ്ട് അത്രയും ചൊല്ലിയാലോ. അങ്ങനെ ആയിരക്കണക്കിന് ദിക്ർ ചൊല്ലാണ്. 70,000 ദിക്റുകള് എവിടുന്ന് കിട്ടിയത്? 70,000 ദിക്ർ നിങ്ങളെ തരീഖത്തേറിനോട് ചോദിക്കുക, ആരാ നിങ്ങളത് പഠിപ്പിച്ച്? അള്ളാന്റെ ഖുർആനിൽ 70,000 ദിക്റിനെ പറ്റി ആയത്തുണ്ടോ? ഏതെങ്കിലും ഒരു ഹദീസിൽ 70,000 ദിക്ർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ചില ആളുകൾ പറയാണ്, നിങ്ങൾ വലത് കൈകൊണ്ട് ദിക്റിന് എണ്ണം പിടിക്കണം എന്ന് പറഞ്ഞു. വലത് കൈകൊണ്ട് എങ്ങനെ 70,000 എണ്ണം പിടിക്കും? അതിന് 70,000 അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എത്ര സൂഫികൾ ചെല്ലുന്നുണ്ട്. സൂഫികൾ ചെല്ലുന്നത് ദീനിന് തെളിവാണോ? 70,000 ദിക്ർ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ദിക്റുകളിൽ ഏറ്റവും കൂടുതലുള്ളത് 200 രാവിലെ 100 വൈകുന്നേരം 100. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ. സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് 100. അസർ നിസ്കരിച്ചിട്ട് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് 100. 100 എണ്ണം ചെല്ലാൻ നിത്യം ചെല്ലുന്നവർക്ക് വലത് കൈയേ വേണ്ടു. വാസ്തവത്തിൽ ജപ്പാൻകാരെ മറ്റോ ഈ വലിയ കപ്പലിൽ നിന്ന് ചാക്കിറക്കും. അപ്പൊ 10,000 ചാക്കുകൾ ഉണ്ടാവും. അന്നത്തെ മാതിരിയൊന്നല്ലോ കണ്ടെയ്നർ കൊണ്ടുവന്നിട്ട് ക്ലിയർ ചെയ്യലും അല്ലെങ്കിൽ മൂട് പൊന്തിക്കണ ലോറിയൊന്നല്ലല്ലോ അന്ന്. അതിങ്ങനെ ഇപ്പൊ ഓരോ ചാക്കറ്റ് ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കിടും അതിങ്ങനെ എണ്ണാൻ വേണ്ടിയിട്ട് കൗണ്ടർ മെഷീൻ ഉണ്ടാക്കിയതാ, ജപ്പാൻകാരുണ്ടാക്കിയതാ. അപ്പൊ ഉപയോഗിക്കണത് എന്തിനാ? ദിക്റിയല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ തരത്തിലുള്ള സ്വഭാവം. എന്നിട്ട് ഇപ്പൊ പറയുന്നതറിയോ, കൗണ്ടർ ദിക്റിനെയും ഡിജിറ്റൽ കൗണ്ടറിനെയും തസ്ബീഹിലേക്ക് നിൽക്കുന്ന മൂരാച്ചി സ്വഭാവം. ഒരു വലിയ പുരോഗമനായ നാപ്പതൊക്കെ വിചാരിച്ച് ഇതാണ് മൂരാച്ചിത്തരം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്തത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു ബിദ്അത്ത് സമ്പ്രദായം തുടങ്ങി. എന്നിട്ട് ഇപ്പൊ അത് കഴുത്തിലിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇക്കുറി ഡൽഹിയിൽ പോയപ്പോ ചില തരീഖത്തിൽ ബാല്യ ചെറുനാരകന്റെ വലുപ്പത്തിലുള്ള രുദ്രാക്ഷം കഴുത്തിലിട്ട് നടക്കണം. തല തലീകെട്ടുണ്ടും ഒക്കെ ഉണ്ട്, മാല കഴുത്തില്, തസ്ബീഹ് മാല വലിപ്പം കൂടി. കണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതെല്ലാം ഈ ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടാക്കി തീർത്തതാണ്. പറയുകയാണെങ്കിൽ തരീഖത്തിനെ സംബന്ധിച്ചും ഖുബൂരിനെ സംബന്ധിച്ചും ഒരുപാട് പറയാണ്ട്. സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടവരാരാണെന്ന് നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ഖുർആൻ ചോദിക്കൂ. എന്നിട്ട് അവർ പറയാണ്, ഖുർആൻ അല്ലദീന ലല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ അവരുടെ പ്രയത്നങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യഹ്സനൂന സുൻആ. എന്നിട്ടും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്. ഇതാണ് വാസ്തവത്തിൽ തരീഖത്തുകാരെ സംബന്ധിച്ചും കുബൂരികളെ പറ്റി നമുക്ക് പറയാനുള്ളത്. അവർ കുറെ സലാത്ത് ചെല്ലുന്നുണ്ട്, കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കുറെ ദിക്ർ ചെല്ലുന്നുണ്ട്. പക്ഷെ ഒക്കെ വെള്ളത്തിൽ വരച്ചതുപോലെയാണ്. അള്ളാന്റെ റിക്കാർഡിൽ അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇഖ്ലാസ് കൊണ്ട് മാത്രം അള്ളാഹു സ്വീകരിക്കൂല. ഇത്തിബാഉ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം. റസൂൽ എങ്ങനെ ചെയ്ത് കാണിച്ചുവോ അതുപോലെ ചെയ്യണം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ കൊണ്ടുവന്ന ദീനേതോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻ ഫന്തഹു, അദ്ദേഹം നിങ്ങളോട് എന്തൊന്ന് വിരോധിച്ചോ അത് നിങ്ങൾ അവസാനിപ്പിക്കണം, വിട്ടു നിൽക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആദിമ പരിശുദ്ധിയിലേക്ക് 1400 കൊല്ലം മുമ്പുള്ള പൂർവ്വകാല ഇസ്ലാമിലേക്ക് കേരള മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നടക്കണം. അത് മാത്രമാണ് നമ്മുടെ രക്ഷക്കുള്ള മാർഗം. നഷ്ടപ്പെട്ട അന്തസ് വീണ്ടെടുക്കുവാൻ, പോയ യശസ് കാത്തു സൂക്ഷിക്കുവാൻ ഇതല്ലാതെ യാതൊരു മാർഗവുമില്ല. നമ്മുടെ ഇസ്സത്ത് നമ്മുടെ യഥാർത്ഥ ദീൻ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ദീനിനെ നാം കൈവിട്ടാൽ അള്ളാഹു നമ്മെ കൈവിടും. അള്ളാഹു നമ്മെ കൈവിട്ടാൽ നമ്മെ സംരക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നും യഥാർത്ഥ ദീനിനെ യഥാർത്ഥം ഉൾക്കൊള്ളണമെന്നും അതിന് ഈ വാക്കുകൾ ഉപകാരമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി, സംഘാടകരും കൃതാർത്ഥരായി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ചില ആളുകളെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോഴൊക്കെ കാഫിർ എന്നും ലാനത്തുള്ളാഹി അലൈഹി എന്നൊക്കെ പറഞ്ഞത് ചില ആളുകൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അവരെന്നും ബഹുമാനിക്കാൻ പറ്റിയ കൂട്ടരല്ല കൂട്ടരെ, അവരൊക്കെ അങ്ങനെ തന്നെ പരാമർശിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബോധപൂർവം പറഞ്ഞതാണ്, വികാര തള്ളിച്ച കൊണ്ട് പറഞ്ഞു പോയതാണെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. മുബ്തദിഈങ്ങളെ ഇക്റാം ചെയ്യരുതെന്ന്, പുത്തൻവാദം കൊണ്ടുവന്നവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്തുകൊണ്ട് പരാമർശിക്കുക പോലും ചെയ്യരുതെന്ന് സലഫുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം ഞാനത് ഓർമ്മപ്പെടുത്തിയതാണ്. ബഹുമാനത്തിന് അർഹതയില്ലാത്തവർ ബഹുമാനിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനേതോ ആ ദീൻ ശരിക്കും ഉൾക്കൊള്ളുക. സഹാബത്ത് ജീവിച്ചു മാതൃക കാണിച്ച ദീനേതോ ആ ദീനിലേക്ക് നാം തിരിഞ്ഞു നടക്കുക. നമ്മുടെ തെറ്റുകളെ കുറിച്ചും കുറ്റങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആത്മപരിശോധന നടത്തി നാം യഥാർത്ഥ ദീനിൽ തന്നെയാണോ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി അധ്വാനിക്കുക. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അറിവില്ല നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ وقنا عذاب النار. وصلى الله على خير خلقه محمد وعلى آله وصحابته أجمعين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.